ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു ഈ ഭരണം. നിങ്ങളെല്ലാം അങ്ങനെ അടി ഉണ്ടാക്കാതെ നിന്നോണം കേട്ടോ. ഈ വാക്കാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ. ഇവരൊക്കെ കയറി അന്ന് മുതൽ ഇവൻ്റെയൊക്കെ കണ്ണ് ഇവിടെയുള്ള വിലപിടിപ്പുള്ളതും അങ്ങനെയുള്ള വസ്തുവകകളിലൊക്കെ ആയിരുന്നു ഇവൻ്റെയൊക്കെ കണ്ണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കി. ഇപ്പോൾ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യം പോലും ഉണ്ടല്ലോ, 10 കൊല്ലമായിട്ട് ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇതിന് പോലീസും ഒക്കെ നിൽക്കുന്നത്. ഇത് പോലും റോളില്ല. തലവറ തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് തുറന്നോ അതിനകത്ത് വെച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ മേലാത്ത, അതുപോലെ നമ്മൾ സംശയിച്ചു പോകും. ഈ ഓപ്പറേഷൻ ഐഷ പോറ്റിയുടെ പിന്നിലാരാ? നിങ്ങൾ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ട്? അല്ല, അവരുമായിട്ട് മാനസികമായിട്ട് ഇപ്പം അകന്നു നിൽക്കുകയായിരുന്നല്ലോ. അത്തരം ഒരു ട്രെൻഡ് ഇവർ ഇനിയും സെറ്റ് ചെയ്തിരുന്ന് പറയാൻ പറ്റുമോ? അതിന് സമയമില്ലെന്നേ, അത് നടക്കത്തില്ല, അതിനുള്ള കാരണങ്ങളും ഇല്ലല്ലോ. ഇപ്പൊ രാഹുലിന്റെ കാര്യം പറഞ്ഞവർ അതൊക്കെ നമ്മൾ അപ്പം തന്നെ ഒഴിവായല്ലോ. തിരഞ്ഞെടുപ്പ് വന്നപ്പം ഒരൈറ്റവും ഒന്നുമില്ല, നാറിക്കുളവായി നിൽക്കുകയാണല്ലോ അവരെ. കോൺഗ്രസിന്റെ ഒരു MLA ആണ്, കോൺഗ്രസിന്റെ ഒരു യുവ നേതാവായിരുന്നു. അപ്പൊ അത്ര വേഗം കൈയൊഴിയാൻ പറ്റുമോ? അല്ല, അത് പിന്നെ പാർട്ടിയുടെ ഒരു നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇന്നലെ കണ്ടില്ലേ ആ ഒരു പെൺകുട്ടിയുടെ വാക്ക് വെച്ചൊരു കപ്പൊക്കെ പിടിച്ചില്ലേ? അതൊക്കെ ഏതോ എന്താ PR ഏജൻസിയുടെ ഏർപ്പാടുകളാണ്. അല്ലാതെ ആ പാവത്തിന് അത് എന്താന്ന് പോലും മനസ്സിലാക്കി കാണില്ല. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. LDFും UDFും ഒപ്പം NDAയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന വാശിയിൽ മത്സരിക്കുന്ന കാലം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. ആത്മവിശ്വാസം ഓരോ ദിവസവും നഷ്ടപ്പെട്ടു വരുന്നു പിണറായിക്കും LDFിനും. UDFിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ജോസ് കെ മാണി UDFിലേക്ക് എത്തുമോ? UDF എന്തുതരം സ്ട്രാറ്റജിയാണ് ഇക്കുറി എടുക്കുന്നത്? വിശദമായി സംസാരിക്കാം ശ്രീ ജോസഫ് വാഴക്കനുമായി. നമസ്കാരം. നമസ്കാരം. വാഴക്കൻ ചേട്ടാ, എങ്ങനെ പോകുന്നു രാഷ്ട്രീയം? എന്താണ് ഇപ്പോഴത്തെ ഒരു? നന്നായിട്ട് പോകുന്നു. വലിയ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ വളരെ കാലമാണ് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട്, എനിക്കൊന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഇത്രയും ശക്തമായ റിസൾട്ട് കിട്ടുന്നു തോന്നുന്നല്ലേ? 2010 ശേഷം. 2010 തരക്കേടില്ലായിരുന്നല്ലേ? അല്ല, ഏതാണ്ട് നല്ല റിസൾട്ട് വന്നു. പക്ഷെ എന്നിട്ട് 2011 വേണ്ട റിസൾട്ട് കിട്ടിയില്ല, ജയിച്ചതേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു. അന്ന് ഇതുപോലെ ഈ ഡിസംബർ മാസത്തിലല്ല, അതാണ്ട് ഒരു സെപ്റ്റംബറിലായിരുന്നു ഇലക്ഷൻ നടന്നത്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് അസംബ്ലി വന്നത്. അതിനിടയിൽ ഒരുപാട് കേസുകളും ഒരുപാട് പ്രചരണങ്ങളും, എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കേസും ആ സമയത്തായിരുന്നു. അല്ല, അത് 2ാം റൗണ്ടിൽ കൊണ്ടുവന്നത്. VS ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത്. എനിക്കൊന്ന് നമ്മുടെ പിന്നെ ബാലകൃഷ്ണപിള്ളി അറസ്റ്റും ഇങ്ങനെയൊക്കെ ഇട്ട് വലിയ, അതെല്ലാം സമയത്തുണ്ടായില്ല. ആ 6 മാസത്തിനിടയ്ക്ക് വലിയൊരു ട്രെൻഡ് സെറ്റ് ചെയ്യാതെ അവർ ഭയങ്കരമായിട്ടൊരു വലിയ ഒരു, നമ്മൾക്ക് ഒത്തിരി ഡിഫൻസിൽ പോയി അന്ന്. അതുകൊണ്ടാണ് അന്ന് നമ്മൾ അവസാനം 71, 72 വന്ന് നിൽക്കേണ്ടി വന്നത്. അത്തരം ഒരു ട്രെൻഡ് ഇവർ ഇനിയും സെറ്റ് ചെയ്തിരുന്ന് പറയാൻ പറ്റുമോ? അതിന് സമയമില്ലെന്നേ, അത് നടക്കത്തില്ല, അതിനുള്ള കാരണങ്ങളും ഇല്ലല്ലോ. ഇപ്പൊ രാഹുലിന്റെ കാര്യം പറഞ്ഞവർ അതൊക്കെ നമ്മൾ അപ്പം തന്നെ ഒഴിവായല്ലോ. നമ്മൾ വളരെ നേരത്തെ തന്നെ പാർട്ടി അതിനകത്ത് നിന്ന് കൈയഴുകി ഒഴിവായല്ലോ. പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തം? എന്താ വ്യക്തികൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൂ, വ്യക്തികൾ ചെയ്യുന്നത് വ്യക്തികൾ തന്നെ സഹിച്ചോണം. പാർട്ടിക്ക് അത്ര ഉത്തരവാദിത്തങ്ങളേക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു കോൺഗ്രസിന്റെ ഒരു MLA ആണ്, കോൺഗ്രസിന്റെ ഒരു യുവ നേതാവായിരുന്നു. അപ്പൊ അത്ര വേഗം കൈയൊഴിയാൻ പറ്റുമോ? അല്ല, അത് പിന്നെ പാർട്ടിയുടെ ഒരു നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ നമ്മൾ ഓരോ ദിവസം പാർട്ടിക്ക് ഡിഫെൻഡ് ചെയ്യാൻ മേലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ വന്നാൽ അത് സ്വയം നമ്മൾ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യണം. അതല്ലാതെ പാർട്ടിയുടെ തലയിലേക്ക് വെച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല. അത് സ്വയം അപ്പം തന്നെ മാറി നിന്നുകൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചു വരും എന്നുള്ളൊരു ധൈര്യവും ബോധ്യമാണ് കാണിക്കേണ്ടത്. അല്ലാണ്ട് പാർട്ടിയുടെ തലയിലേക്ക് ഇടാൻ പറ്റില്ല, പാർട്ടിക്ക് ഇതൊന്നും ചുമക്കാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. ഈ രാഹുലിന് അനുകൂലമായ ഒരു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായി കാണുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു പിന്നെ ടീം ഉണ്ടെന്ന് തോന്നുന്നു രാഹുലിനെ അനുകൂലിക്കുന്ന. അല്ല, ശക്തമായൊരു, നമ്മൾ പറഞ്ഞ കുറേ ഓൺലൈൻ മീഡിയകളുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. ഞങ്ങളാണ് ഉദ്ദേശിച്ചത്, നിങ്ങളെ മാത്രമല്ല. അല്ല, അത്യാവശ്യം അല്ല, എൻ്റെ ഒരു സ്റ്റാൻഡ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞാണ്. എൻ്റെ ഈ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, രാഹുൽ പൊളിറ്റിക്കല് മൊറാലിറ്റി അയാൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ധാർമ്മികമായി മോറലി അയാൾ തെറ്റാണ് ചെയ്തത്. ഒരു പൊതുപ്രവർത്തകൻ ഏതു പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്ന ഒരു റോൾ മോഡലായിരിക്കും. അത്തരത്തിൽ അയാൾക്ക് പാലിച്ചു. പക്ഷെ അതിൻ്റെ പേരിൽ അയാളെ ഇങ്ങനെ ചവിട്ടിക്കുട്ടൻ പിണറായി ഒരു തിരക്കഥ ഒരുക്കിയതുപോലെ ചെയ്യുന്നതിനോടുള്ള വിയോജിപ്പ് എനിക്ക്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഒരു അതിക്രമം കൂടെ കാണും. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പം ഒരൈറ്റവും കയ്യിലില്ലാണ്ടിരിക്കുന്നില്ല, നാറിക്കുളവായി നിൽക്കുകയാണല്ലോ അവരെ. അപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടുന്നത് വെച്ച് പരമാവധി ഒന്ന് പൊലിപ്പിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുമായിരിക്കും. പക്ഷെ നമുക്ക് ആ ഉത്തരവാദിത്തം ഏക്കാൻ പറ്റില്ല, നമ്മൾ അതിൽ ഇടപെടുന്നേ ഇല്ല. അല്ല, എന്നാലും പോലീസിൻ്റെ ഈ ഭീകരമായ ഞാൻ ചോദിക്കട്ടെ, ഇയാൾ 2 കേസുകൾ ജാമ്യത്തിലാണ്. അയാൾക്ക് ഒരിക്കലും മുങ്ങാൻ പറ്റത്തില്ല.
അങ്ങനെ ഒരാളെ പാതിരാത്രിയിൽ അയാളുടെ PA വരെ പോകുന്നത് വരെ കാത്തിരുന്നിട്ട് പാതിരാത്രിയിൽ പോയി അയാളെ പിന്നെ വലയെറിഞ്ഞ് പിടിച്ച് പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്ന് പിണറായി വിജയൻ അവരൊക്കെ ഹീറോ ആക്കുന്നു. ഷാജനെ ഹീറോ ആക്കുന്നത് പിണറായി വിജയന. ഇതുപോലെയുള്ള അതിക്രമങ്ങളൊക്കെ രാത്രി പോവുക കാണിക്കുക എന്ത് ആവശ്യത്തിനാണെന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല. ഈ രാഹുലിൻ്റെ ആദ്യ അറസ്റ്റ് എന്താവശ്യത്തിനാണ് പാതിരാക്കി ഇതുപോലെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടൊക്കെ പോകേണ്ട കാര്യങ്ങൾ? ഇത് വളരെ അവരുടെ സ്ട്രാറ്റജി തന്നെ തെറ്റാ. ഇതൊക്കെ ആരാ ശശിയെ വല്ലതും പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയായിരിക്കും. ശശിയുടെ ബുദ്ധിയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഇത്രയും ബുദ്ധിയില്ലാത്തവനാണോ? അല്ലെ പിന്നെ ഇവിടെ വരുത്തു അല്ലേ? എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ ബുദ്ധിയില്ലാത്തവനെന്ന് ചോദിച്ചാൽ പിണറായിക്ക് ഈ സ്ട്രാറ്റജി ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. പിണറായിയെ ഇതുവരെ നയിച്ചിരുന്ന ബ്രിട്ടാസായിരുന്നു. ബ്രിട്ടാസിന് ഭയങ്കരമായ സ്ട്രാറ്റജി ബുദ്ധിയും എല്ലാം ഉണ്ട്. പക്ഷെ ബ്രിട്ടാസ് ഈ സംസ്ഥാന കമ്മിറ്റിയിലും എത്തി, കേന്ദ്ര കമ്മിറ്റിയിലായി തോന്നുന്നു. എം പി ആയി വന്നുകൊണ്ട് ബ്രിട്ടാസ് പതിയെ അങ്ങ് പിന്മാറി. പുള്ളിയുടെ ഇമേജിലേക്ക് മാറിയതേ കൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ശശിയും കൂട്ടരാന്ന് തോന്നി. ഇപ്പൊ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ എന്തോ ബുദ്ധിയില്ലാത്ത വിഭാഗം അതിൻ്റെ അകത്തുണ്ട്. അവരെ നയിക്കുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ചുമതല ഇപ്പം നികേഷനാന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം. അത് മാത്രമല്ല ഇവരെനിക്ക് തോന്നുന്നത് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ വലിയ ക്രൗഡ് ഉണ്ടാകുന്നു, ബഹളം വെക്കുന്നു, ഇതൊക്കെ ദോഷം ചെയ്യും, ഇതൊക്കെ രാഹുലിന് ഗുണം ചെയ്യുമെന്ന് ഒരു മനസ്സിലാക്കുന്നു. ഇതൊക്കെ പണ്ട് കാലത്തല്ലേ ഇതൊക്കെ വലിയ പ്രശ്നം. ജനങ്ങൾ ആ രീതിയിലല്ല കാണുന്നത്. ഒന്നാമത് ഏറ്റവും വലിയ രാഹുലിന് കിട്ടിയിരിക്കുന്ന ഗുണം പിണറായി വിജയൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ജനങ്ങൾ തന്നെ ധരിച്ചു വെച്ചിരിക്കുക. അത് കാരണം അത് ഇതിപ്പം സത്യമാണോ മിഥ്യയാണോ തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ മേലാത്ത ഒരു പരുവത്തിലായി ഇപ്പം നടക്കുന്നത്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. നമുക്കത് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വ്യക്തികൾ ഏത് കേസ് ഉണ്ടാക്കിയാലും അത് വ്യക്തി തന്നെ അനുഭവിച്ചോണം. എൻ്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞ ഈ പിണറായി വിജയൻ്റെ മുമ്പിൽ ഒരു വിഷയവുമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻപേ പരാജയപ്പെട്ടു, മുസ്ലിം വോട്ടർമാരെ പൂർണ്ണമായും അകന്നുപോയി. ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടർമാരും JB കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന ബഹളം വെക്കാൻ തുടങ്ങി. ഈ ഹിന്ദു വോട്ടർമാരാവട്ടെ ശബരിമലയായിട്ട് അവരും പോയി. ഇപ്പൊ ഇതാണ് മുന്നണി ഓരോരുത്തർ ചാടിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ഐഷ പോയിട്ട് വന്നു. ഈ പശ്ചാത്തലത്തിൽ ഇവർ ഭയങ്കര കുതന്ത്രം അറിയാവുന്ന തോന്നുന്നു. ഇന്നലെ കണ്ടില്ലേ ആ ഒരു പെൺകുട്ടിയുടെ വാക്ക് വെച്ചൊരു കപ്പൊക്കെ പിടിച്ചില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ഒരു അട്ടിമറി വന്ന് അതൊക്കെ ഏതോ നല്ല PR ഏജൻസിയുടെ ഏർപ്പാടുകളാണ്. അല്ലാതെ ആ പാവത്തിന് അത് എന്താന്ന് പോലും മനസ്സിലാക്കി കാണിയല്ല. ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ കുടിച്ചോ എന്ന് പറഞ്ഞു കാണും. പുള്ളി അത് എടുത്ത് അതിന്റെ അർത്ഥം പോലും എന്താന്ന് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതൊക്കെ ഓശാനപ്പെടുന്ന ആൾക്കാരുണ്ടേ. അതൊന്നും ഇല്ലെന്നേ. ഇതെന്താണെന്നറിയോ, ഇനി ഇപ്പൊ എന്ത് കാണിച്ചാലും അഭ്യാസങ്ങളാണെന്ന് മനസ്സിലാവും. കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഇപ്പം അദ്ദേഹം ഏത് കേസ് എന്ത് കാണിച്ചാലും ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് സത്യവും. നമുക്ക് ശബരിമലയിലേക്ക് പോകാം. ഈ ശബരിമല വിഷയത്തിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നല്ലേ? നമുക്ക് അതിലൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയില്ലത്. പക്ഷേ എങ്കിൽ പോലും മറ്റേ കടകംപള്ളിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള പ്രസക്തമാണല്ലേ? അല്ല, അത് നേരത്തെ ഇപ്പം ജനങ്ങൾ സംശയിക്കുന്ന പോലെ തന്നെ എനിക്കും തോന്നുന്നു. ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള ആളല്ല. അങ്ങനെ അതിൻ്റെ അകത്തൊരു മറ്റേ തൻ്റെ ആചാരങ്ങളും ആത്മീയതയും അങ്ങനെയുള്ള അനുജ്ഞയൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വേറെ ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിലേക്ക് വരേണ്ട കാര്യമില്ലെന്ന് എൻ്റെ വിശ്വാസം. നമുക്ക് പുറമേ തോന്നുന്നതാണ്. എന്തായാലും ഇത് വേറെ വഴിക്കും ബോർഡുമായി ബന്ധപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള വഴിയിലേക്ക് പോകാതെ അത് നേരെ തന്ത്രിയിലേക്ക് കയറ്റി പിടിച്ച് അതിൻ്റെ വാർത്തയൊന്ന് മാറ്റാൻ, അതിൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റാനുള്ള ശ്രമമാണോ എന്ന് എനിക്ക് സംശയം. കാരണം എന്ത് ചെയ്യുന്ന കൂട്ടരാവില്ല. അതുകൊണ്ട് അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ പറയുന്ന ഒരു സംഗതി തന്ത്രി അറസ്റ്റ് ചെയ്തോടെ ശബരിമലയിലെ വിഷയത്തിലെ ജനങ്ങളുടെ ഒരു ഇതെന്താ പറയുക, സർക്കാരിനോടുള്ള ബുദ്ധിമുട്ട് മാറി ഇവർ തന്നെ പറയാൻ തുടങ്ങി. നല്ല സർക്കാരിനോട് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് മനഃപൂർവ്വമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിഭീകരമായിരിക്കും തിരിച്ചടി. വിശ്വാസികളുടെ എതിർപ്പ് ശക്തമാവും, അതിശക്തമായിരിക്കും. കാരണം മനഃപൂർവ്വമായി ഇവർ രക്ഷപ്പെടാൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, യാതൊരു സംശയവും. ഇപ്പോൾ കാത്തിരിക്കുക അതെന്താണെന്നറിയാം. ഇപ്പം മോഷണത്തിന്റെ പ്രശ്നമുള്ളൂ ആ കൂട്ടത്തിലാണ്. ഇതുവരെ എന്തിനാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല തന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് തന്ത്രി. മാത്രമല്ല പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് തന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ്. അതാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. വളരെ പെട്ടെന്ന് അതിൽ നിന്നൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്.
നേരത്തെ SIT പറഞ്ഞതായി കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് അതിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് ബലമായ സംശയമുണ്ട്. ഈ ശബരിമല മോഷണ കേസ് എവിടം വരെ എത്തുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ? അതിൻ്റെ ഒരു ഭീകരമായിട്ട് ഞാൻ സത്യത്തിൽ ഈ വാർത്ത ആദ്യം പറഞ്ഞു ചാനലിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചു പറഞ്ഞു അതൊരു ഗൗരവമുള്ള കേസായിട്ട് തോന്നുന്നില്ല. അന്നേരം എൻ്റെ ഒരു ധാരണ ഈ ശബരിമലയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇച്ചിരി ചെയ്യും അവിടെ പൈസ ഒക്കെ എണ്ണുന്നവന് അവിടെ വെച്ച് അവിടെ തിരികെ കൊണ്ടുപോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഇതുപോലെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിൽ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളി അപ്പോഴേ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ സ്വപ്നത്തെ വിചാരിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പം ഈ പല നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്നുണ്ട് പിന്നെ നമ്മൾ പൈസ എറിഞ്ഞു കൊടുക്കുന്ന വീഴുമ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വല്ലതും വീണാൽ ധർമ്മക്കാർ പോലും അത് കിട്ടിയ പോക്കലിടിയല്ല, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട അതും പാർട്ടിയുടെയൊക്കെ ഉന്നത നേതാക്കന്മാർ, CPM-ൻ്റെ പ്രമുഖ നേതാക്കന്മാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എന്തായാലും അവർക്ക് വിശ്വാസമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അവരെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അയ്യപ്പൻ്റെയും ആ വസ്തുവകകളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയില്ല. അതിനകത്ത് ഇത്രയും വലിയ ഒരു മാൽ പ്രാക്ടീസ് നടത്തിക്കളയും എന്നുള്ളത് സ്വപ്നത്തിൽ വിചാരിച്ചത്. അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒരു പാർട്ടിക്കാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. കാരണം ഇവർക്കൊരു വിശ്വാസമില്ല. ഇവരൊക്കെ കയറി അന്ന് മുതൽ ഇവൻ്റെയൊക്കെ കണ്ണ് ഇവിടെയുള്ള വിലപിടിപ്പുള്ളതും അങ്ങനെയുള്ള വസ്തുവകകളിലൊക്കെ ആയിരുന്നു ഇവൻ്റെയൊക്കെ കണ്ണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലമായിരുന്നല്ലോ, ആളുവരവും ഇല്ലല്ലോ, അപ്പം വളരെ എളുപ്പമായിരുന്നു ഈ ഡീലിങ്സിനൊക്കെ. കോവിഡ് കാലത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കുസൃതികളൊക്കെ തോന്നിക്കാണും ഒരു പക്ഷേ. അല്ല, ഇത് ഞാൻ ചോദിക്കണത് ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇതാന്ന് കരുതുന്നുണ്ടോ? കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തട്ടിപ്പാണോ അതോ രാഷ്ട്രീയമാണോ? ഭയങ്കര വീഴ്ചയാണ്. നമ്മളൊരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ, അതും പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അല്ലാതെ വേറെ എല്ലാവരും സെലക്ട് ചെയ്തും ടെസ്റ്റ് ചെയ്ത് ജയിച്ചു വന്നവരൊന്നുമല്ലല്ലോ. പാർട്ടി പൊളിറ്റിക്കലായി ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ, മെമ്പർമാരും അതിൻ്റെ ചെയർമാനും ഒക്കെ. സ്വാഭാവികമായിട്ടും അത് അവർ സംരക്ഷിക്കാൻ ഒരു ബാധ്യതയുണ്ടായിരുന്നു. വലിയ വീഴ്ചയാണ് സംഭവിച്ചത്, പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയാണ്. കാരണം നല്ല ക്യാരക്ടർ സ്വഭാവത്തിൽ ഇക്കാര്യത്തിൽ വളരെ വ്യക്തിപരമായ വ്യക്തിത്വമുള്ള ആളുകളെ മാത്രമേ അവിടെ വയ്ക്കാൻ പാടുള്ളായിരുന്നു. അത് ഇവർ ഈ ഭഗവാന്റെ ഈ ദ്വാരപാലകനെയൊക്കെ അഴിച്ചുകൊണ്ട് പോയ സ്ഥിതിക്ക് ബാക്കി എന്തെല്ലാം കൊള്ളയായിരിക്കും ഇവിടുത്തെ സാധനങ്ങൾ എന്നാലോചിച്ച്. ഈ ശ്രീകോവിലിൽ മോഷണം നടത്തിയാൽ ഇവർ അവിടത്തുള്ള അന്നദാനം എന്താണ് ഉണ്ണിയപ്പം മാത്രമല്ലെന്നേ, ഈ പുറത്തുനിന്ന് വരുന്നവരൊക്കെ എന്തുമാത്രമാണ് സ്വർണവും ഒക്കെ കിട്ടായിട്ട് ഇടുകയല്ലേ, വല്ല കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഇവരല്ലേ ഇവരുടെ മൊത്തം അധികാരികളായിട്ടിരിക്കുന്നത്. ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാത്രം കൊണ്ടുപോയി കാണുമെന്ന് എനിക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യം പോലും ഉണ്ടല്ലോ, 10 കൊല്ലമായിട്ട് ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇതിൻ്റെ പോലീസും ഒക്കെ നിൽക്കുന്നത്. ഇത് പോലും റോളില്ല, ആർക്കും റോളില്ല. നിലവറ തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് തുറന്നോ അത് വെച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ മേലാത്ത, അതുപോലെ നമ്മൾ സംശയിച്ചു പോകും. കാരണം അങ്ങനെ ഒരു സംവിധാനമാണ്. അങ്ങനെ ഇപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത ആളുകളാണ് ഭരിക്കുന്നത്. അവർക്ക് ദൈവത്തെ പേടിയില്ല. എല്ലാവർക്കും ദൈവത്തെ പേടിയുണ്ടാവും, ഇവർക്ക് തൊട്ട് കളിക്കാൻ പേടിയായിരിക്കും. അല്ല, ആദ്യം പറഞ്ഞാൽ കറക്റ്റാണ്. ഭിക്ഷക്കാർ പോലും അങ്ങോട്ട് തിരിച്ചിടത്തേ ഉള്ളൂ, വഴി കിടക്കുന്ന കാശ് ഒരു കാരണവശാലും അവർ പോക്കറ്റിലെടുത്തിടിയല്ല, പട്ടിണിയായിരിക്കും, എന്നാൽ പോലും അവനത് ഭണ്ഡാരത്തിലേക്ക് ഇടുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ഇത് എവിടം വരെ എത്തുന്ന കണക്ക് കൂട്ടുന്നത്? ഇത് ഈ രാഷ്ട്രീയക്കാരിലേക്ക് ചെല്ലാൻ സാധ്യത കാണുന്നുണ്ടോ? കോടതി സ്ട്രോങ് ആയിട്ട് നിന്നാൽ, കാരണം ഓരോ ദിവസവും അവരുടെ മൊഴികൾ കോടതി നോക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം ശങ്കരദാസിന്റെ കാര്യം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, വൈകുന്നല്ലേ? അതിപ്പം അല്ല, ഓരോന്ന് കോടതി ചോദിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന പത്മകുമാറിൻ്റെ മൊഴിക്കകത്ത് പത്മകുമാർ ഇതുപോലെ തന്നെ ഇത് എൻ്റെ ഫ്രണ്ട് അല്ലായിരുന്നു. കാരണം ഈ പോറ്റിയും പിന്നെ നമ്മുടെ മന്ത്രി കടകംപള്ളിയൊക്കെ ആയിട്ട് വല്ല അടുത്ത സുഹൃത്തുക്കളാണ്, ഒരുപാട് വിദേശയാത്രയൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വിദേശയാത്രയും വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബന്ധം ഒക്കെ നോക്കുമ്പോഴത്തേക്കും അവരെയൊക്കെ അവരോടൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്നുകൂടെ വിശകലനം നടത്തി കോടതിയും കൂടെ ഒന്ന് നോക്കി വിശകലനം നടത്തിയിട്ടായിരിക്കും അടുത്ത നടപടിയിലേക്ക് പോകുന്നത്. ചിലപ്പോഴാണെങ്കിൽ ഇലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും കടകംപള്ളിയൊക്കെ അറസ്റ്റിലാവും. അതിപ്പോൾ SIT ഇതൊക്കെ ആണെങ്കിലും കേരള പോലീസ് ആയതുകൊണ്ട് അതിന് ടൈം വേണമെങ്കിൽ ഒന്ന് ബൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല, അതിന്റെ അന്വേഷണ സംഘത്തിലേക്ക് ഇവർ ആഡ് ചെയ്തിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും പുതിയതായിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. അതൊക്കെ അതിന്റെ പ്രശ്നം വെച്ചാൽ ADGP നല്ല മിടുക്കനാണ്, ക്രൈംബ്രാഞ്ചിന് ചുമതലയുള്ള വെങ്കടേഷ്, സത്യസന്ധനാണ്. ഈവൻ ശശിധരൻ, കാര്യം എന്നെ വേട്ടയാടാനുള്ള ചുമതല കാര്യമെങ്കിലും ഏൽപ്പിക്കുന്ന പണി ചെയ്യുന്ന ആളാണ്. അവരുടെ കുഴപ്പം എന്നാ വെച്ചാൽ ഇവർ ഈ മൈന്യൂട്ടായിട്ട് താഴേക്ക് പോകുന്നില്ല. ഇവന്മാർക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. മുകളിലുള്ളൊരു മേളിലാണ്, താഴെയുള്ള ആളുകളെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്, അറിയാമായിരിക്കുമല്ലോ, CPM-ന്റെ
അസോസിയേഷൻ്റെ പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ്, ഇപ്പോൾ സീനിയർ പുള്ളിയെ ഓഫീസർ, ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഈ അയാളാണ് ക്രൈംബ്രാഞ്ച് DYSP. അയാളാണ് ഇതിനെല്ലാം ഈ വെങ്കടേഷിനെ സഹായിക്കുന്നത്. ഓ, അപ്പം ഭയങ്കര മിടുക്കനാ. അപ്പം വെങ്കടേഷ് ആകെയുള്ള കാര്യം വെച്ചാൽ നല്ല ജഡ്ജിയും കോടതിയും ഒക്കെയാണ്. അതുകൊണ്ട് അവരിത് വളരെ കീനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഈ മൊഴി ഓരോരുത്തരുടെ വരുമ്പോൾ അവരും കൂടെ ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് അടുത്ത നടപടി നമുക്ക് ഒഴിവാകാൻ മേലാതെ വരുന്നത്. ടൈം മാത്രം വേണമെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച എന്നൊക്കെ ചോദിച്ച് നീട്ടിക്കൊണ്ട് ചിലപ്പം പോളിംഗ് കഴിയുന്നേരം വരെയൊക്കെ നീട്ടിക്കൊണ്ടൊക്കെ അത് പാടഞ്ഞ് 2-3 മാസം മാർച്ച് ഏപ്രിൽ വരെ പോകണം. ഇത് മിക്കവാറും വലിച്ചിട്ട് ആ സമയത്തായിരിക്കും അറസ്റ്റിലാവുന്നത്. അതെ അതെ അതെ, ഇവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടേ അതെ, അതിനേക്കാളും വലിയ അപകടത്തിലാകുമെന്ന് വരത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നത് അത് തന്നെയാണ്. അതെ അതെ, ആ സമയമാകുമ്പോഴത്തേക്കും ഇയാൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് തിരിച്ചു വരും. അതെ, അതിനുള്ള സാധ്യതയുണ്ട്. ഈ കാരണം ജാമ്യമെല്ലാം കിട്ടിയിട്ട് അവൻ ഭയങ്കര ഡെയർ ഡബിൾ ആണല്ലോ. അവൻ ഒരു തരത്തിലും പുറകോട്ട് പറഞ്ഞില്ലല്ലോ അവരെ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോഴും പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഒരു റോൾ മോഡലായിരിക്കണം. അതിനൊന്നും യാതൊരു സംശയം. ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു നിലപാടെടുത്തിട്ടുള്ളൂ. ശരിയല്ല, ഞാൻ മറ്റുള്ളവർ അവരൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന ഇത്തരം പാർട്ടിയേക്കേണ്ട കാര്യം. പക്ഷെ എന്നാലും പുറകെ നടന്ന് നിങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ അവനെ ഉപദ്രവിക്കേണ്ട കാര്യം. കോൺഗ്രസ് അങ്ങനെ ആരും ചെയ്യുന്നൊന്നുമില്ലല്ലോ. ഇടക്കിടക്ക് ഓരോരുത്തർ താനും അവർ ഇടക്കിടക്ക് ഓരോ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചാനലുകാരൊക്കെ ചെല്ലും നല്ല അഭിപ്രായം പറയുന്നല്ലാതെ. നമുക്ക് ആയിഷ പൊറ്റി പാർട്ടിയിലേക്ക് വന്നല്ലോ. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ വലിയൊരു അസറ്റായിട്ട് ഞാൻ കണക്കാക്കുന്ന ആളാണ്. ആണോ? ഇതിന്റെ ഇമ്പാക്ട് എംഎൽഎമാരായിരുന്നു. ആയിരുന്നല്ലേ? ഭയങ്കര ജെന്റിൽ വുമണാണ്, ഡീസന്റ് ആണ്. അപ്പൊ എന്താ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അതോ ഇതിന് ശേഷം? ഇല്ല, ഇന്നിപ്പോ ഞങ്ങൾ അവിടെ കണ്ടു എന്നുള്ളൂ. അവിടെ ഒരു ഹലോ പറഞ്ഞതുള്ളൂ. എന്താ അവരുടെ പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ? അവർ കുറച്ചു കാലമായിട്ട് അവർക്ക് എതിരെ ഓർക്കുന്നില്ല. അവരായിരുന്നു അന്ന് ഇവരെല്ലാം ദൃഢപ്രതിജ്ഞ എടുക്കുന്നവരായിരുന്നല്ലോ. അവരന്ന് ഞങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കൂട്ടത്തിൽ അവരന്ന് ഈശ്വരനാമത്തിൽ ശരി. അപ്പൊ അന്ന് മുതലേ മാനസികമായി യോജിപ്പില്ല. അവർക്കന്ന് ഷോക്കോസ് കൊടുത്തവര് CPM ഓർക്കുന്നില്ല. ആയിഷ പോറ്റിക്ക് ഷോക്കോസ് കൊടുത്തു. എന്തിനാണ് ദൃഢപ്രതിജ്ഞ ചെയ്യാതെ നിങ്ങൾ ഈശ്വരനാമത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഈ കാര്യം നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. ഈ ആയിഷ പോറ്റിയെ അവർക്ക് ഷോക്കോസ് കൊടുത്ത കാര്യമൊക്കെ. അവർ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് എല്ലാ അർത്ഥത്തിലും വളരെ നല്ല അഭിഭാഷകയാണ്. വളരെ സോഫ്റ്റ് സ്പോക്കണാണ്. ഒരനാവശ്യം ആരെക്കുറിച്ചും പറയല. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് കിട്ടുന്നൊരു വലിയ നേട്ടം തന്നെ, യാതൊരു സംശയമില്ല. കാരണം വേറെ പലരും കിട്ടുന്ന പോലൊന്നുമല്ല. അതെ, നല്ലൊരു ഈ ഓപ്പറേഷൻ ആയിഷ പോറ്റിയുടെ പിന്നിലാരാ? നിങ്ങൾ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ട്? അല്ല, അവരുമായിട്ട് മാനസികമായിട്ട് ഇപ്പം അകന്നു നിൽക്കുകയായിരുന്നല്ലോ പല കാര്യങ്ങളുമായിട്ട്. പല കാര്യങ്ങളും അവർ തന്നെ ഇന്നിപ്പോൾ അവരുടെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ അവരാരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. എന്നെ ഒരുപാട് ഇപ്പം ട്രോളാൻ തുടങ്ങും, എന്നാലും വേണ്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് അനുഭവിച്ച വിഷമങ്ങൾ എനിക്ക് അത്രയും ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് ഇപ്പം വരും ദിവസങ്ങളിൽ ഞാൻ പുറത്ത് പറയുമെന്ന് അറിയത്തില്ല. അവർ കൊട്ടാരക്കര മത്സരിക്കാനുള്ള സാധ്യത കാണുന്നില്ലേ? നമുക്ക് സീറ്റ് തീരുമാനമായിട്ടില്ല. തള്ളിക്കളയാൻ പറ്റുന്നില്ല. അവരൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ഫേസാണ്. കൊട്ടാരക്കര ഈ പറഞ്ഞ പോലെ ബാലകൃഷ്ണപിള്ള തോൽപ്പിച്ച് അവരാദ്യം ജയിച്ചു വരുന്നത് 2006. അതെ, അനുഭവം വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ അവരിലൂടെ ആയിരിക്കാം ചിലപ്പം തിരിച്ചു കിട്ടുന്നത്. അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൊട്ടാരക്കര സീറ്റ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകാം തവണ. കാരണം അവർക്ക് നല്ല ഒരു മാസ് ബേസ് ഉണ്ട് അവർക്ക്. നമുക്ക് UDF അവിടെ ഈ കൊട്ടാരക്കര കഴിഞ്ഞ കുറേ കാലമേ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ക്ലെയിം ആയിട്ട് ആരും ഉണ്ടാവത്തില്ല. അങ്ങനെ വലിയ ക്ലെയിമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. നമ്മൾ മറ്റേ മന്ത്രിയായിരുന്നല്ലോ, നമ്മുടെ ധനകാര്യ മന്ത്രിക്കെതിരെ ബാലഗോപാൽ എനിക്കൊന്ന് 10,000-15,000 വോട്ട്. 12,000 അങ്ങോട്ട് വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അത്ര വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൊട്ടാരക്കര കൂടി UDF കരസ്ഥമാക്കുന്നത് നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ സതീശൻ പറയുന്നത് നമ്മുടെ 100-ൽ പെടുന്നതാണ്. ആത്മവിശ്വാസം ഇല്ല സതീശൻ പറയുന്നത്. അതെ, സതീശനാണ് 100 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ 100-ലേക്ക് വരുന്ന ഒരു നമ്പറായിരിക്കും. അല്ല, കൊല്ലത്തെ ഒരു സിറ്റുവേഷൻ ഇത് പറഞ്ഞ് നമ്മൾ ഈ ആയിഷ പോറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൊല്ലത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ? എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ചേഞ്ച് ഉണ്ട്. നേരത്തെ തന്നെ നമ്മുടെ CR മഹേഷൊക്കെ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ വലിയ 37,000 വോട്ടിന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന സീറ്റിലാണ് അവിടെ പിണറായി തരംഗമുള്ളപ്പോൾ അതെങ്ങനെ CR മഹേഷ്? ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. ഭയങ്കര അതിന് മുമ്പ് അവൻ തോറ്റുപോയതാ. അതെ, പക്ഷെ അത് വളരെ ചെറിയ വോട്ടിന് വളരെ ഒരു ജനകീയനായിട്ടുള്ള, വേറെ എങ്ങോട്ടും പോകത്തില്ല, ഒരു നാട്ടിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ നല്ല കലാകാരനും ഒക്കെയാണ്. പിന്നെ നല്ല നാടകവും. ഞങ്ങളുടെ സാംസ്കാരിക വേദിയുടെ ചെയർമാനും കൂടിയാണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എങ്കിലും ഒരു പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനമുണ്ടല്ലോ, നമ്മൾ ജനങ്ങളുടെ കൂടെ ഫുൾ ടൈം വേറൊരു പണിക്കും പോകാതെ
അവരോടൊപ്പം അങ്ങ് നിൽക്കുക, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിട്ട് നിന്നാൽ അത് ജനം റെക്കഗ്നൈസ് ചെയ്യും. അത് കുറേ പൊളിറ്റിക്കൽ അല്ലാത്ത ഒരുപാട് വോട്ടുകൾ, അങ്ങനെ പൊളിറ്റിക്സ് ഒന്നും അല്ലല്ലോ പലപ്പോഴും. ആളുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നാലും ഞാൻ ചോദിക്കുന്നത് ഇത് വലിയ ഒരു ഡിഫറൻസ്. 38,000 വോട്ടിന്റെ, അതായത് അത് പിണറായി വിജയനും ശൈലജ ടീച്ചറിനും മറ്റേ എം എം മണിക്കും ഒക്കെ കിട്ടിയ ഒരു ഭൂരിപക്ഷമാണ്. UDF-ന്റെ സമയത്താണ് ഓക്കെ. UDF-ന് ആർക്കും ഇല്ലായിരുന്നു തോന്നുന്നു കഴിഞ്ഞ തവണ അത്രയും ഭൂരിപക്ഷം കാണത്തില്ല. ഇല്ല, ഇരിക്കൂർ പോലും ഇല്ല. മറ്റേ പി ടി തോമസിന് 14,000 കണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ മത്സരത്തിനാണ് നമ്മുടെ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിനാണ് വലിയൊരു ഭൂരിപക്ഷം വരുന്നത്. 36-37. വേറെ ആർക്കും എനിക്കൊന്നും മഹേഷനായിരിക്കും ഏറ്റവും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മഹേഷ് ഉണ്ട്, പിന്നെ നമുക്കുണ്ടായിരുന്ന 2 സീറ്റായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നു. കുണ്ട്രയുണ്ടായിരുന്നു. കൊല്ലം ടൗൺ നമ്മൾ ഇത്തവണ പിടിക്കും, ഉറപ്പാണ്. മുനിസിപ്പാലിറ്റി ഒക്കെ നമ്മൾ തിരിച്ചു പിടിച്ച് നിൽക്കുന്ന കാലമാണ്. ബിന്ദു ആയിരിക്കും സ്ഥാനാർത്ഥി, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ കിഴക്കൻ മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പത്തനാപുരത്ത് ജ്യോതി കൊട്ടാരക്കരയുണ്ട്, പത്തനാപുരമുണ്ട്. പിന്നെ അങ്ങനെയുള്ള നമ്മൾ ആ മേഖലകളിൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് കടന്നു വരാം. കുന്നത്തൂരും കുന്നത്തൂരും ഒക്കെ ആദ്യമേ പറയേണ്ടതാണ്. കുന്നത്തൂർ വളരെ നമുക്ക് ഏറ്റവും നല്ല വർക്കേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ രണ്ടാണ് ഈ ചവറയും കുന്നത്തൂരും. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വർക്കേഴ്സ് ഉള്ള RSP ഒന്നല്ല, ആ കുഞ്ഞുമാൻ ഇങ്ങനെ ഇടതുപക്ഷം എല്ലാം കൂടെ കൂട്ടി ഒരു അഭ്യാസത്തിൽ കുന്നത്തൂർ RSP ആയിരിക്കുമല്ലോ. അതെ മറ്റേ അതെ, കാരണം അല്ല കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ. അല്ല, ഉല്ലാസ് കോവൂര് ആയിരുന്നു കഴിഞ്ഞ. അതിന് മുമ്പിലത്തെ പ്രാവശ്യം കോൺഗ്രസ് ആണ്. അത് ഇത് നമുക്ക് ഇത്തവണ കിട്ടാൻ സാധ്യതയുള്ള കുന്നത്തൂരും ചവറയും കിട്ടാൻ സാധ്യതയുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കര വന്നു. ഈ പത്തനാപുരത്ത് അന്നു മുതൽ അവിടെ നിന്ന് വർക്ക് ചെയ്യുവാണ് ജ്യോതി. അവിടെ ജ്യോതികുമാർ, അതായത് ജ്യോതിയെ കണ്ടൊരു ഗുണം, ജ്യോതി ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ല, ഒരു അലമ്പന്റെ ലുക്കാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല. അതായത് അല്ല, ഭയങ്കര കോപിഷ്ടനായ ഒരു മുഖമാണ്. പലപ്പോഴും അത് ആളുകളെ ഒന്നും ഭയപ്പെടുത്തും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഒറ്റയടിക്ക് ഒരു പെട്ടെന്നൊരു പാർട്ടിയിലാണെങ്കിൽ ഏത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും സിസ്റ്റമാറ്റിക് ആവില്ലേ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയെ കൊണ്ടുപോയി ഒരു സ്ഥാനാർത്ഥിയായിട്ട് പെട്ടെന്നൊരു പുതിയ മണ്ഡലത്തിൽ കൊടുത്താൽ തോറ്റുപോകും. പക്ഷെ ജ്യോതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ തോറ്റെടുത്ത് പ്രവർത്തിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതിയെ വിളിക്കുമ്പോൾ ജ്യോതി എന്നോട് പറഞ്ഞത് 12,000 വീടുകളിൽ മറ്റേ കഴിഞ്ഞ ഈ 4 വർഷം കൊണ്ട് ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ കല്യാണം പോയിട്ടുണ്ടെന്നു. 12,000 പോയിട്ടുണ്ട്, ഫുൾ ടൈം ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു ഗുണം കിട്ടിയേക്കും സ്വാഭാവികമായിട്ടും. മാത്രമല്ല പിന്നെ നമ്മുടെ ഗണേശൻ നല്ല ഗിമിക്കുകാരനാണല്ലോ. അഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനം അങ്ങ് കേട്ടാലുണ്ടല്ലോ, സിനിമാകാരനുമാണല്ലോ, അഭിനയക്കാരനുമാണല്ലോ, അപ്പം നല്ല ആക്ടിങ് ആണല്ലോ. ഭയങ്കര മിടുക്കന. പുള്ളി ചാനലുകളെയും പത്രങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ പതിയെ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഓൺലൈൻ PR ഏജൻസി നന്നായിട്ട് കളത്തിലുണ്ട്, രംഗത്തുണ്ട്. പക്ഷെ പുള്ളി അത് മാത്രം മതി എന്ന് കരുതിയായിരുന്നു. അത് പോരെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പുള്ളി അഭിമുഖങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി, ചാനലുകളിൽ രംഗത്ത് പ്രവേശനം തുടങ്ങി. പിന്നെ പുള്ളി മിടുക്കനാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ അർത്ഥത്തിലും മിടുക്കൻ. അതാണ് ഈ രാഹുൽ മാങ്കുളത്ത് വിഷയം വരുമ്പോൾ ഗണേശാണ് മുമ്പിൽ നിൽക്കുന്ന ഒരു മാതൃക. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്കൊരു വിഷയമല്ല. ഗണേഷും മുകേഷും ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കുകയല്ല, മിണ്ടുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, മുകേഷിനോട് ചാനലുകാർ ചോദിക്കും, മുകേഷ് പറയുന്നേ അതെല്ലാം കോടതി അതല്ലേ സേഫ് അല്ലേ, പുള്ളി ഒഴിഞ്ഞു പോവുക. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുക, ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, MLA സ്ഥാനത്ത് പുറത്താക്കാൻ ഞങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാം. പക്ഷെ കോൺഗ്രസ്സുകാർ പിന്നെയും ഇയാളെ ചീത്ത വിളിച്ച് അത് വെറുതെ ഈ ചാനലുകാർ കൊണ്ട് കുത്തി ചോദിച്ച് എന്നതെങ്കിലും ഇപ്പം അറിയാൻ മേലാത്ത നമ്മുടെ ഈ മീഡിയകളിലൂടെ സംസാരിക്കുന്നത് എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾ വളരെ ബുദ്ധിപരമായി പറയേണ്ട കാര്യം മാത്രം പറയും, ചില ആളുകൾ ഹൃദയം ശുദ്ധമായതുകൊണ്ട് അവർ അങ്ങനെ അത് പിന്നെ വലിയ പെരുപ്പിച്ച് വാർത്തയാക്കുന്നത്. അല്ലാതെ അങ്ങനെ ആർക്കും വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് മൊത്തത്തിൽ ആളുകൾക്കുണ്ട്. UDF ഒരുപാട് അവസരം നമ്മൾ കൊടുത്ത ഒരാളാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തിരിച്ചിങ്ങോട്ടും UDF ഒരു സാധ്യത മൊത്തത്തിൽ ഞാൻ പറഞ്ഞ സതീശൻ പറഞ്ഞ ഒരു 100 സീറ്റുള്ള സാധ്യത കാണുന്നു. വലിയ ട്രെൻഡിങ് വന്നാലുള്ളൂ. ഞാൻ ഈ പഞ്ചായത്ത് നമ്മുടെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഞാൻ ലീഡേഴ്സിന് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് ഇടുക്കിയുടെ ചുമതലയായിരുന്നു ഫുള്ള്. ഇടുക്കി, എറണാകുളം, കോട്ടയം 3 കോർ കമ്മിറ്റി ഞാനുള്ളതാണ്. ഞാൻ നല്ല ട്രെൻഡ് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഞാൻ ട്രെൻഡ് ഉണ്ടാകുമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതെങ്ങനെ ഈ ട്രെൻഡ് ബോധ്യപ്പെടുന്നത്? അത് നമ്മൾ ഈ ആളുകൾ ഫീൽഡിൽ പോകുമ്പം ആളുകളുടെ റെസ്പോൺസ് അവർ പറയും നമ്മുടെ അടുത്ത്.
പിന്നെ നമുക്ക് പിന്നെ അല്ലെങ്കിൽ നമുക്ക് എതിരാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കാൻഡിഡേറ്റ്സ് നല്ല സ്വീകാര്യത കിട്ടുമ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചെല്ലുമ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇതൊന്ന് മാറി, എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു ഈ ഭരണം, നിങ്ങളെല്ലാം അങ്ങനെ അടി ഉണ്ടാക്കാതെ നിന്നോണം കേട്ടോ. ഈ വാക്കാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കിട്ടുന്നത്. അത് ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും, നല്ല കമ്മ്യൂണിസ്റ്റ് ഉണ്ട് പഴയ, അവരെല്ലാവരും പറയും ഒരു മാറ്റം വേണം. അവർ അധികം പറയുമൊന്നുമില്ല, അവർ മാറ്റം നല്ലതാണ് എന്നുള്ള ഒരു ടൂണിൽ അവർ സംസാരിക്കും. അതിന് ചെലവേണ്ട എനിക്കാ. കഴിഞ്ഞ 10 കൊല്ലം തുടർച്ചയായിട്ട് ഞാനാണ് ഫൈറ്റ് ചെയ്തത്. ഫൈറ്റ് ചെയ്ത ആളാണ്, ഞാനാണ് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡ് ചെല്ലുമ്പോൾ ഇതറിയാം. ഞാൻ വെളിയിൽ ഇറങ്ങി ചായ കുടിക്കേണ്ട ഹോട്ടലിൽ കയറിയാൽ എവിടെ ചെന്നാലും ജനങ്ങളിങ്ങനെ ഓടി വന്നിട്ട് CPM-കാർ, ഏരിയ കമ്മിറ്റി മെമ്പറാണ്, ജില്ലാ കമ്മിറ്റി മെമ്പറാണെന്നൊക്കെ എൻ്റെ ചെവി വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഉള്ളു ഞങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാൻ, ഇല്ല ഇത് ഇല്ലാതായി പോകുന്നവരോട്. കാരണം ഇവർ നോക്കുമ്പോൾ ബംഗാൾ ഇതുപോലെ അല്ലായിരുന്നോ? ബംഗാൾ ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബാസുവിൻ്റെ മോനും ഇവരെല്ലാവരും കൂടെ അവിടെ കച്ചവടങ്ങൾ തുടങ്ങി. അവിടുന്ന് ഗുണ്ടാപ്പണി അവിടെ പിന്നെ നന്ദിഗ്രാമും മറ്റേ സിംഗൂറും അവിടെ നിന്നെല്ലാം വിദേശത്തു നിന്ന് സലീം ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു, പാവപ്പെട്ടവൻ്റെ കൃഷിഭൂമി പിടിച്ച് അവർക്ക് കൊടുക്കുന്നു. ഒരു മര്യാദയില്ലാത്ത ഏർപ്പാടായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തില്ല. അവിടെയല്ലേ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവിടെ കയറിയാണല്ലോ സ്കോർ ചെയ്യുക, മമത സ്കോർ ചെയ്തു. ഞാൻ CPM ഭരണത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്, ഞാൻ പറഞ്ഞ ഇവർ നമുക്ക് ഇപ്പം ചില കാര്യങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് പെരിയയിലെ പിള്ളേരെ കൊന്നിട്ട് ആ കൊലപാതകങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ നമ്മുടെ പണം എടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ, അവർക്കല്ലേ പറ്റുള്ളൂ. അവരിപ്പം നമ്മളങ്ങനെ ഇപ്പം കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു കൊലപാതകത്തിൽ പെട്ടാനുണ്ടല്ലോ, അപ്പം പാർട്ടി തള്ളി പറയുള്ളൂ. പാർട്ടി അതിൻ്റെ അകത്ത് ഒരിക്കലും, കാരണം അതിനെ നമ്മൾ ന്യായീകരിക്കുകയല്ലോ. ഇനി സഹായിച്ചാലും ക്ഷമിക്കാം, പക്ഷെ നമ്മുടെ പണം എടുത്തിട്ട് സുപ്രീം കോടതി വരെ പോകുക. നമ്മുടെ സർക്കാരിന്റെ ഫണ്ടിൽ ഖജനാവിലെ പൈസ എടുത്ത്, ഖജനാവിലെ പണം എടുത്ത്, അത് ഏത് കാര്യത്തിലും ഖജനാവിലെ പണമല്ല, കൊലയാളികളെ ഇപ്പൊ പ്രചരണത്തിന്. പക്ഷെ ഇതിലൊക്കെ എന്നെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ CPM-ന്റെ ഭരണവും കോവിഡ് കാലത്തുള്ള ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്വീകാര്യതയും കൂടി ഉണ്ടായ ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി ഈ സർവ്വസാധാരണമായി. ഈ ലഹരിയുടെ, ഞാൻ ഇവരെ എതിർക്കുന്ന മെയിൻ കാര്യം, ഈ ലഹരിയുടെ ഈ ചില്ലറ കച്ചവടക്കാരെന്ന് പറയുന്നത് ഈ SFIക്കാരും DYFIക്കാരുമാണ്. ഞാൻ ഈ പോലീസുമായിട്ടുള്ള കണക്ഷൻ കൂടെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരുത്തനും പിടിക്കാൻ പറ്റത്തില്ല. ഞാനത് DYFI SFI എന്ന് പറയുന്നതിനേക്കാളും ഈ ലഹരി കച്ചവടക്കാർ മുഴുവൻ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ആശ്രയിക്കും, അങ്ങനെ വന്നു ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുക. എല്ലാവരും SFIയും DYFI ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്തുള്ളവരും ഇതിൻ്റെ അകത്തോട്ട് അറിയാതെ വരും. അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സഹായികളായിട്ട് വരും. ഗുണ്ടാപ്പണിക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റും, പറഞ്ഞാൽ മതി, നേരെ വന്ന് ഗുണ്ടായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മഹീൻ എന്ന് പറഞ്ഞ കോതമംഗലത്ത് ഒരു SI, അയാൾ കോതമംഗലം SI ആയിരുന്നു, നല്ല മിടുക്കൻ SI. ഇയാൾ അവിടെ ഏതൊരു കോളേജിൽ, ഈ കോളേജിൻ്റെ പരിസരം അവിടെ ഏതൊരു കോളേജിൻ്റെ പരിസരം പ്രദേശത്ത് നിരന്തരം ഈ കഞ്ചാവ് പരിപാടി നടക്കണം, പരാതിയാണ്. ഇയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് പെട്രോളിന് പോകും. ഇവന്മാരവിടെ ബഹളം, എന്നും ബഹളം. ഒരു ദിവസം ഒരുത്തിനെ പിടിച്ചോണ്ട് പോയി. അവൻ SFIക്കാരനായിരുന്നു. SFIയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചോദിക്കാൻ പോലീസ് സ്റ്റേഷൻ വന്നു. എന്നിട്ട് എന്തോ പറഞ്ഞു, ഇയാൾ ഉടുപ്പിന് പിടിച്ച് അങ്ങോട്ട് ആ വീഡിയോ മാത്രം എടുത്തിട്ട് ഇയാളുടെ പണി പോയി. ആലോചിക്കുക. ഞാൻ അയാളോട് സംസാരിച്ചിട്ട് അയാളെ പൊട്ടിക്കരഞ്ഞു, ഞാൻ ഈ പണി നിർത്താൻ പോകുമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇത് സഹായിക്കാനിറങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ രാത്രി 12:30 വരെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒന്ന് പെട്രോളിങ് ഇറങ്ങി. അതൊക്കെ സത്യമല്ലേ. ഇപ്പം നമ്മൾ ഈ എല്ലാ കാര്യത്തിലും ഈ വീഡിയോയിലൊക്കെ കാണുന്ന എല്ലാം പോലീസ് എല്ലാത്തിലും അത്രയും ക്രൂരന്മാരൊന്നുമല്ല. പോലീസ് ഭേദമാണ്. പിന്നെ അവരൊരുപാട് സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാ. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവർ എക്സസ് ആയിട്ടൊക്കെ ചെയ്യും. അത് കുറച്ച് പേര്. അപ്പം നമ്മളൊരു സ്ത്രീയെയൊക്കെ, ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു അതിക്രമങ്ങളൊക്കെ അല്ല. അത് പോലും ആ സംഭവം പോലും ഞാൻ പറഞ്ഞ അത്തരം പല കാര്യങ്ങൾ പോലും ഇതിന് ഒരു ഭാഗമേ പുറത്തു വരുന്നുള്ളൂ. പക്ഷേ വീഡിയോ എടുക്കുന്നു, അങ്ങോട്ട് എടുക്കുന്നു, മറുഭാഗത്ത് പച്ചത്തെറിയായിരിക്കും വിളിക്കും. മനുഷ്യരല്ലേ, പച്ചത്തെറി വിളിച്ചിട്ട് പ്രകോപിച്ചിട്ട് അതിന് വീഡിയോ ഇല്ല. പക്ഷേ നമ്മളൊരു അനാവശ്യമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഒരു ആളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭാര്യയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ വയലൻ്റായിട്ട് അവർക്കറിയത്തൊന്നുമില്ല, അവർ പൊട്ടിക്കറിയും ബഹളം ഉണ്ടാക്കും, അതൊക്കെ ചെയ്യും. അല്ല, പക്ഷേ ആ രീതി കാണേണ്ടത് പോലീസുകാരുടെ കുഴപ്പമല്ല, പാർട്ടി ഈ പോലീസിനെ ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഈ ലഹരിക്കും എല്ലായിടത്തും ഗുണ്ടകളും സംവിധാനം. നമുക്ക് ഒരിടത്ത് സ്വസ്ഥമായി പോയി, തട്ടുകടയിൽ പോയി സ്വസ്ഥമായിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഗുണ്ടകൾ ഏക്കാനിൻ്റെ കാലത്ത് ചാരായം നിരോധിച്ചല്ലോ, അതിനുശേഷം ഗവൺമെൻറ് മാറിയല്ലോ പെട്ടെന്ന്. ചാരായ നിരോധനമാണ് ഗവൺമെൻറ് പോകാൻ കാരണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതെ അതെ.
അതിനുശേഷം ഈ ചാരായ കച്ചവടം ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള നല്ല ഒരുപാട് CPM-ൻ്റെ താഴേക്കിടയിലുള്ള ആളുകൾ വലിയ പണക്കാരായി. അല്ലെങ്കിൽ അങ്ങനത്തിൽ പണം ഉണ്ടാക്കിയ ആളുകളെല്ലാം അന്ന് CPM-ൻ്റെ പ്രാദേശിക തലത്തിലെ നടത്തിപ്പുകാരായി. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ടൈപ്പ് ആളുകൾ മുഴുവന് അവർക്ക് ഏറ്റവും എളുപ്പം ഒരു DYFI SFI എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊട്ടക്ഷനായി. ഞാനതൊരിക്കലും DYFIയുടെ ഒരു പ്രമുഖ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം ഞാൻ കുറേ സ്ഥലങ്ങൾ പറയാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ DYFI എന്ന് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ കേന്ദ്രങ്ങളിൽപ്പെട്ട ആളുകൾ. അപ്പം അയാൾ സിൻസിയറായിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് തരാമോയെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പാർട്ടിയിലും പല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. കണ്ണൂരൊക്കെ അവർ അനുഭവിച്ചതാണ്. കണ്ണൂരൊക്കെ നമ്മുടെ മറ്റേ പിന്നെ കൊടിസുനി സംഘം കൊടിസുനി മാത്രമല്ല മറ്റേ തില്ലങ്കേരി സ്വർണം പൊട്ടിയിലെ പരിപാടി അവരെല്ലാം ഈ പറഞ്ഞ സംഘത്തിൽപ്പെട്ടു. അതെല്ലാം DYFIയുടെ ലേവലിലായിരുന്നു. അപ്പോൾ അവർക്ക് അവസാനം പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമായില്ല. DYFIയുടെ ജാഥ പോലും ലഹരിക്കെതിരെ DYFI നടത്തിയ ജാഥ പോലും കൂത്തുപറമ്പിൽ വെച്ച് അതിൻ്റെ സ്റ്റേജും പൊളിച്ച് അവിടുത്തെ ലൈറ്റ് ഊരിക്കൊണ്ട് പോയില്ല അവന്മാരെ. അല്ല, അതാണ് ഈ CPM ഭരണത്തിൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു പിണറായിയുടെ ജനത്തിൻ്റെ വികാരം ഇവർക്കെതിരാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഇപ്പം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും എന്ന് പറയുന്നു. ഇപ്പം 24. ഞാനൊരു കാര്യം പറയാം. കേരള രാഷ്ട്രീയത്തിൽ സാമാന്യ അന്തസ്സായിട്ടുള്ള നിലപാടാണ് എപ്പോഴും UDF-നകത്ത് ലീഗ് സ്വീകരിക്കാറുള്ളത്. അവർക്ക് അവരുടെ മേഖലയിൽ അവർക്കുള്ള ശക്തിയിൽ അവരല്ലാതെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്തും കയറി ആവശ്യമില്ലാതെ ചോദിക്കുന്നൊരു സ്വഭാവമില്ല. പിന്നെ അവരെന്തെങ്കിലും ഒന്ന് ഡിമാൻഡ് ചെയ്താൽ ഉടനെ നമ്മൾ ഇവിടെ പല തൽപര കക്ഷികൾ അതിന് വലിയ പ്രചരണം കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ, സ്വാഭാവികമായിട്ട് അവർക്ക് ഒന്നോ രണ്ടോ കൂടുതൽ ചോദിച്ചെന്നിരിക്കുക ഒന്നും തെറ്റായ കാര്യമൊന്നുമല്ല. കൊടുക്കുകയോ ഇല്ലെന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ അതല്ലാതെ അവരൊന്നും ഒരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യം ഇടപെടാറില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കേരളത്തിലെ എല്ലാ വിഭാഗവും ഈ സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയുടെ നമ്മൾ എൻജിനീയറിങ് ഒന്നും പ്രത്യേകിച്ച് നടത്തണമെന്നില്ല. എല്ലാ വിഭാഗവും ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ എല്ലാ ഡിനോമിനേഷനും പണ്ടാണെങ്കിൽ ഏതെങ്കിലും കുറേ പേര് എതിരായിട്ട് യാക്കോബയുടെ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത യാക്കോബയ്ക്കകത്ത് എൻ്റെ 80% കോൺഗ്രസ്സുകാരാണ്. ആണോ? പിന്നെ മെത്രാമാരൊക്കെ അല്ല, അവരൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ചില സഹായങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തൊക്കെ ചില ഇതൊക്കെ കിട്ടുമ്പോൾ എൻ്റെ ഒരു ധാരണ യാക്കോബക്കാരാണ്. യാക്കോബായ സമുദായം, ഞാൻ മൂവാറ്റുപുഴയിൽ MLA അല്ലായിരുന്നു. യാക്കോബായ സമുദായത്തിലെ സാധാരണയായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിയുടെയൊക്കെ മണ്ഡലം പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാനും കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഇത്ര 80 പറഞ്ഞില്ല, 70% കോൺഗ്രസ് അനുഭാവികളായ ആളുകളാണ്. അത് ഓർത്തഡോക്സിൻ്റെ അകത്തും അതെ, അവരൊക്കെ അതെ. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയൊക്കെ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ മുന്നണിയുടെ ഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, അതായത് ഓർത്തഡോക്സ് ആണെങ്കിലും യാക്കോബയാണെങ്കിലും മാർത്തോമയാണെങ്കിലും കാത്തലിക് ആണെങ്കിലും എല്ലാ ആളുകളും ഈ ഗവൺമെൻറ് ഒന്ന് മാറണം എന്നുള്ള ഒരു മൊത്തത്തിൽ, പ്രത്യേകിച്ച് പെന്തക്കോസുകാർ എല്ലാവരും ഒരു സ്റ്റാൻഡിലായി. ഒരു ചേഞ്ച് അവരെല്ലാം ആഗ്രഹിക്കുകയാണ്. അത് മുസ്ലിംസിൻ്റെ എല്ലാ ഡിനോമിനേഷനും, പണ്ട് മുസ്ലിംസിൻ്റെ അകത്ത് ഏതെങ്കിലും ഡിനോമിനേഷനൊക്കെ നമുക്കെതിരായിരുന്നു, പക്ക എതിരായിട്ട് നിൽക്കുകയായിരുന്നു. ലീഗിനും എതിരായിരുന്നു. ഇപ്പം ലീഗിന് ഒരു ഗുണം കിട്ടിയിരിക്കുന്നതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മൊത്തത്തിൽ സ്വീകാര്യത ലീഗിനും വന്നു. ലീഗും അവരുടെ എല്ലാവരുടെയും ഒരു താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ച് അവരെല്ലാവരുമായിട്ടൊരു ടീമായിട്ട് അവർ നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിലും BJPക്ക് ഈ പറയുന്നൊരു വലിയ വരവ് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി കഴിഞ്ഞപ്പോഴത്തേക്ക് BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അവർ, കാരണം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അത് UDF-നെ ഉള്ളൂ. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ 13-ൽ നിന്നും 30 സ്ഥാപനങ്ങൾ പിടിച്ചു. നേരത്തെ 13 പഞ്ചായത്തുകൾ. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലെന്നേ. അങ്ങനെ അതൊന്നും അല്ലല്ലോ ഒരു ചേഞ്ച്. ഒരു MP ആയി അവർക്ക്, നമ്മളത്ര ചെറുതായി കാണരുത്. പണ്ടുണ്ടായിരുന്ന MLA പോയില്ലേ, ഇപ്പം ഇവിടെ MLA ഉണ്ടായിരുന്നു പോയില്ലേ. ആ MP-യുടെ സ്ഥലത്താണ് ഇപ്പം മൊത്തം പൊളിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അതിലൊന്നും കണക്കുകൂട്ടൽ മാത്രമാണോ? അല്ല ആ MP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ MP പിന്നെ BJPയുടെ ഒരു ലൈനിൽ മാത്രം ചെയ്തില്ല. 5 കൊല്ലം അയാൾ അവിടെ നിന്ന് ഈ പറഞ്ഞ എല്ലാ നമ്പറുകളും ഇറക്കി പള്ളിയിൽ പോയി പാട്ടുമൊക്കെ പാടി. ഈ പാട്ടൊക്കെ പാടി കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ RSSകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ പാട്ട് പാടിയെന്ന് അറിഞ്ഞാൽ അടിയും കൂടെ ആക്കിയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പള്ളിയിൽ പോയി പാട്ട് പാടുകയും കിരീടം വെക്കുകയും ചെയ്തെന്ന് അവിടെ ഛത്തീസ്ഗഡിലോ അത് UP-യിലോ അവിടെയുള്ള RSSകാർ സംഘപരിവാറുകാർ അറിഞ്ഞാലത്തെ വിവരമുണ്ട്. ഇയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാം. ഈ വർത്തമാനം ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ കൊണ്ടുപോയി കേക്ക് കൊടുക്കുകയും ഈ സ്നേഹം കാണിക്കുകയും ചെയ്യുമ്പം കേരളം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയാ. ക്രിസ്മസിന് ഒരു കുർബാനയല്ല, ഒരു ക്രിസ്മസ് പപ്പായ്ക്ക് വഴിയിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. കുറച്ചൊക്കെ ഇങ്ങനെ പണ്ടുമില്ല ഇത്തരം വിഷയങ്ങൾ. പണ്ട് ഇതുപോലെ ഒന്നും, പണ്ട് ഇല്ലെങ്കിൽ ഗവൺമെൻറ് അതിനെതിരെ സ്റ്റാൻഡ് എടുക്കുമല്ലോ.
ഗവൺമെന്റ് ഈ കേന്ദ്ര ഗ്രഹാൻ ഗവൺമെന്റ് സ്റ്റെയിൻ ഒക്കെ കൊല്ലപ്പെട്ടതാ അതൊക്കെ എടുക്കുമ്പോഴും അന്നത്തെ ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഭരിക്കുന്ന കക്ഷിയാണെങ്കിലും അതിനകത്ത് സ്റ്റാൻഡ് എടുക്കുമായിരുന്നു. ഇത് അക്ഷരം മിണ്ടുന്നില്ലല്ലോ. നരേന്ദ്രമോദിയോ സംഘമോ ആരും ഒരു അക്ഷരം ഇതിനെ അപലപിക്കുന്ന പോലും ഇല്ലല്ലോ. ഇത് ശരിയല്ല എന്ന് പറയുന്നില്ലല്ലോ. ആ കേസെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. പാവപ്പെട്ട കന്യാസ്ത്രീകളെല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നവരല്ലേ നല്ലൊരു പങ്കു. അവരുടെയൊക്കെ പേരിൽ എന്തിൻ്റെ പേര് കേസെടുക്കുന്നു? ഞാൻ പറയാം, അതൊക്കെ ഒരു ശരിയാണെങ്കിലും ഈ മതപരിവർത്തനം ഒരു പരിധി വരെ അവർ നടത്തുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം എന്നായിരിക്കും? മതപരിവർത്തനമൊന്നുമല്ല. ഈ വളരെ പാവപ്പെട്ട ഒരു മേഖലയിൽ പോയി പ്രവർത്തിക്കുമ്പം അവരെന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, ചിലപ്പം ഒന്നും അറിയാൻ മേലാത്ത ഇതെല്ലാം ഹിന്ദുക്കളൊന്നും അല്ലല്ലോ. ഇത് ഇപ്പോൾ അല്ലെന്നേ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരാണ്. ഇവർക്കൊന്നും വലിയ ജാതി മതം ഒന്നും കാണിയല്ലോ. അപ്പോൾ അവരെ ഈ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ഈ പലതും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതൊന്നും അവരൊന്നും മതം മാറ്റുവോ, നിയമപരമായി മതം മാറ്റുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവരെയൊക്കെ നല്ല വഴിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ആത്മീയത അവരിലുണ്ടാക്കാനൊക്കെ ചിലപ്പോൾ ശ്രമം പാവപ്പെട്ട പറയാമെന്നല്ലാതെ ഒരു ഇല്ല. ഞാൻ ഏതെങ്കിലും വ്യവസ്ഥാപിത സഭകൾ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു കാര്യം വാരണാസിയിലും ഞാൻ ഒരിക്കൽ കണ്ടതാണ്. ഒരാൾ അവിടെ ഇരുന്നോണ്ട് ഇതെല്ലാം നശിച്ചു പോകാം, കർത്താവിൻ്റെ വെളിച്ചം വരാൻ വേണ്ടി പരസ്യമായി പ്രസംഗിക്കുന്ന വീഡിയോ ഞാൻ കണ്ടത്. നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ പറയാനുള്ള ഇപ്പം പെന്തക്കോസ്തുകാർ തന്നെ ഉണ്ടല്ലോ, അതിനകത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള സഭകളുണ്ട്, ഒരുപാട് പിന്നെ വ്യക്തിഗത സഭകളുണ്ട്. ഈ വ്യക്തിഗത സഭയിലൊക്കെ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ നമ്പറുകളൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അതൊന്നും പൊതുവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമൊന്നുമല്ലല്ലോ. അത് അങ്ങനെയൊന്നും ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇവരെല്ലാം ഒരു മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവപ്പെട്ടവരുടെ പ്രവർത്തിക്കുകയാണല്ലോ. ആരും ചെയ്യാത്ത സ്ഥലത്താണ് പോകുന്നതന്നെ. അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ആർക്ക് വേണേലും ചെയ്യാവുന്ന കാര്യമാണ്. ഏത് കമ്മ്യൂണിറ്റിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ പോയിട്ട് ആ പാവങ്ങളുടെ പ്രവർത്തിക്കുക. ഓർഗനൈസ്ഡ് സിസ്റ്റം ക്രിസ്ത്യൻസിനേ ഉള്ളൂ. അതുകൊണ്ട് അത് 3% താഴെയുള്ള ഒരു വിഭാഗമല്ലേ. ഇതെല്ലാം കൂട്ടിന്ന് പറഞ്ഞിട്ടും ഇതേവരെ അവരുടെ എണ്ണം കൂടുന്നില്ലല്ലോ. അല്ല, അത് കണക്കിലാണ്. അതിനെച്ചാൽ മതം മാറിയാൽ സംവരണാനുകൂല്യം നഷ്ടപ്പെടുന്നതുകൊണ്ട് പലരും അവരുടെ ഹിന്ദു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനിയായി. അതൊക്കെ കേരളത്തിൽ ഇവിടെയൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള എവിടെയാ പിന്നെ സംവരണാനുകൂല്യം? നിങ്ങളുടെ പാർട്ടിയിലെ ഞാൻ ചോദിക്കട്ടെ, ഏത് മതം മാറിയാലും ട്രൈബ്സിന് മാറിയാലും പിന്നെ സംവരണം കിട്ടും. ട്രൈബ്സിന് മാറും, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ മേലുകാവിലും അവിടെയൊക്കെ ഉള്ള ട്രൈബ്സ് ആയിട്ടുള്ള ആളുകളല്ലേ, അവർക്ക് സംവരണം കിട്ടുമല്ലോ. അത് SCയിൽ പെട്ടിട്ടുള്ള ആളുകൾ മതം മാറിയാൽ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. അല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു MPയും CPMിലെ ഒരു MLAയും ഒക്കെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവർ നിയമപരമായി ഹിന്ദുക്കളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലെ പണ്ട് നമുക്കറിയാമല്ലോ, ഒന്നും കഴിക്കാനും ഒന്നും ഒരു നിവൃത്തിയില്ലാത്ത കാലത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തതും അവർക്ക് ഭക്ഷണം കൊടുത്തതും ഒക്കെ നമ്മുടെ മിഷണറിമാർ വന്നിട്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ അപ്പന്മാരും അല്ലപ്പന്മാരും ഒക്കെ ക്രിസ്ത്യാനികളൊക്കെ ആയിട്ടുണ്ടാകാം, പള്ളിയിൽ പോയിട്ടുണ്ടാകാം. പക്ഷെ മക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ആ വിശ്വാസത്തിൽ പോകുന്നില്ല. അവർക്ക് പിന്നെ ഇന്ത്യൻ രാജ്യത്തെ നിയമവും അവിടുത്തെ അതിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവരാരും ആ കൂടെ ചേർന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വല്യച്ഛനോ വല്യമ്മയോ ഒക്കെ ചിലപ്പം അങ്ങനെ ആയിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. കോൺഗ്രസ് മെച്ചപ്പെട്ടു, 19-20 ഇന്നിപ്പം വിഴിഞ്ഞത്ത് തോന്നുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ 300-ൽ നിന്ന് എങ്ങനെയാണ് 2400 വോട്ടിലേക്ക് BJP അവിടെ വിഴിഞ്ഞത്ത് കയറുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഏതാ ഈ ഇന്നിപ്പം ഒരു ഫലം വന്നല്ലോ, കോൺഗ്രസ് ജയിച്ചു. ഞാനത് പൂർണ്ണമായിട്ട് ഞാൻ വിശകലനം ചെയ്തില്ല. കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസിന്റെ റിബലിന് കിട്ടി 4450 വോട്ടും. 450 അതെ, എന്നിട്ട് കോൺഗ്രസ് ജയിച്ചു. അതെ, ഈ CPMനെ തോൽപ്പിച്ചു, അവിടെ സിറ്റിംഗ് സീറ്റ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല, 300 വോട്ടിൽ നിന്നും ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 2400 വോട്ടിലേക്ക് BJP കയറി. അതിനെ ചെറുതായിട്ട് കാണാൻ പറ്റും. തിരുവനന്തപുരത്ത് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ, ഞാനൊരു 78-79 മുതൽ ഇവിടെ ലോ കോളേജ് വന്ന കാലം മുതൽ തിരുവനന്തപുരമൊക്കെ ആയിട്ട് എനിക്കും ബന്ധമുള്ളതാണ്. അന്ന് മുതലേ തിരുവനന്തപുരം സിറ്റിയൊക്കെ എപ്പോഴും ഒരു ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു. കേരളവർമ്മ രാജ മത്സരിക്കുന്നു, അന്നും 2 ലക്ഷം വോട്ട് കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഹിന്ദു ഇതുള്ളൊരു സ്ഥലമായിരുന്നു പിന്നെ തിരുവനന്തപുരം സിറ്റി എല്ലാ കാലത്തും. പിന്നെ 78-ൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും K. കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒക്കെ ഈ നഗരത്തിലേക്ക് കോൺഗ്രസ് കുറേ ശക്തമായിട്ട് കടന്നു വന്നു. അപ്പോഴത്തേക്കും മറ്റുള്ളവരൊക്കെ കുറച്ച് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് അത് പിന്നീട് വീണ്ടും BJPയുടെ വരവോടുകൂടി പിന്നെ ഗ്രാജുവലായിട്ട് ഇന്നല്ല കുറേ കാലമായില്ലേ അത് വളർന്നിട്ടും ഈ സിറ്റി കിടന്നുള്ള വളർച്ചയുള്ളേ.
ജില്ലാ പഞ്ചായത്ത് 28 എണ്ണത്തിനകത്ത് 16 LDF-നും 14 UDF-നുമാണ്. ഒരു അല്ല സീറ്റ് പിന്നെ 27 എത്ര 13 15 വെച്ച് രണ്ട് ഒറ്റ സീറ്റ് പോലും BJP കിട്ടിയിട്ടില്ല. ഇപ്പം നഗരത്തിന് പുറത്ത് ഈ പറയുന്ന കളിയൊന്നും നടന്നിട്ടില്ല, ഈ വളർച്ചയും വളർന്നിട്ടില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരം തോന്നും. അപ്പം തിരുവനന്തപുരത്ത് അവിടെ എല്ലാ സമുദായവും ഇല്ലേ, അവിടെ നായർ കമ്മ്യൂണിറ്റി ഉണ്ട്, ഈഴവ കമ്മ്യൂണിറ്റി, നാടാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ മേഖലയിലും പിന്നെ ജയിച്ചിട്ടുണ്ട്. ഇപ്പം ചിറയൻകീഴ് മേഖലയിൽ നമുക്ക് പിന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, CPM-ൻ്റെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJP ഈ നഗരം പണ്ടും ഒരു ഇതുണ്ട്. എന്നാൽ അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ നിയമത്തിന് പുറത്തൊരു സീറ്റ് വരെ പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പോഴും അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർ പറഞ്ഞ നിയമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട ഈ 4 സീറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. തിരുവനന്തപുരത്ത് മാത്രം. തിരുവനന്തപുരം നഗരത്തിൽ ഈ പറഞ്ഞ നിയമത്ത് അവർക്ക് സംഘടനാപരമായ കുറേ ശക്തിയുണ്ട്. വട്ടിയൂർക്കാവിലും കുറേയൊക്കെ ഉണ്ട്. പക്ഷേ വട്ടിയൂർക്കാവിലൊക്കെ ഞങ്ങളുടെ നല്ല കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചിത്രമൊക്കെ മാറി. മുരളി വട്ടിയൂർക്കാവ് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അത് അറിയാൻ പറ്റത്തില്ല, അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നഗരത്തിൽ നിന്നൊക്കെ പിന്നെ നമുക്ക് എന്തായാലും 1-2 MLA-മാർ ഉറപ്പായിട്ടുണ്ടാവും. ഈ തിരുവനന്തപുരത്ത് ഒരാൾ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അയാൾക്കൊരു സീറ്റും കൊടുക്കാൻ ജയിക്കുന്ന സീറ്റും കൊടുക്കുക. ഡോക്ടർ SS ലാൽ എവിടെയെങ്കിലും ജയിക്കുന്ന അതൊന്നും പറയാൻ ഞാൻ അശക്തനാണ്. പക്ഷേ SS ലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മസുഹൃത്താണ്, ഭയങ്കര മിടുക്കനാണ്. അയാൾ ആരോഗ്യമന്ത്രിയെ കാണുന്ന ആഗ്രഹം എനിക്കുണ്ട്. സത്യത്തിൽ വലിയ നേട്ടമായിരിക്കും സംസ്ഥാനത്തിന്. അത് എൻ്റെ സത്യത്തിൽ ഇവിടെ നമുക്ക് MLC പോലെയുള്ള സംവിധാനം കേരളത്തിൽ അവരൊക്കെ നമുക്ക് നേരെ ഡോമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. അല്ല, തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തൊക്കെ ലാലിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സീറ്റിലൊക്കെ പരീക്ഷിക്കാൻ പറ്റും. വേണമെങ്കിൽ ലാലിനെ ജയിപ്പിച്ചെടുക്കേണ്ടതാണ്. അല്ല, നല്ല ആളാണ്. ഞങ്ങളുടെയൊക്കെ കൂടെ ഞങ്ങളുടെ കാലത്ത് KSU-ലുണ്ടായിരുന്നു. അല്ലെ, അന്തർദേശീയ രംഗത്ത് തന്നെ വെരി സിമ്പിൾ എല്ലാം അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹം ഒന്ന് ജയിച്ചു കിട്ടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ ജയിക്കും? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴക്കൂട്ടത്ത് നടത്തിയാൽ അത് വേറൊരു പൊളിറ്റിക്സും അവിടെ കമ്മ്യൂണലുമായിട്ടൊക്കെ എല്ലാം വരുന്നുണ്ട്, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് പോയാൽ നമ്മൾ കൊല്ലത്ത് നമ്മൾ വലിയ പ്രതീക്ഷ നമ്മൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് നമുക്ക് ഇപ്പോൾ ഒരു സീറ്റേ ഉള്ളെന്ന് തോന്നുന്നല്ലേ, നമ്മുടെ കോവളം മാത്രം. കോവളം വലിയ മാറ്റം വരും, തിരുവനന്തപുരം മാറ്റം വരും. പിന്നെ അതിന് യാതൊരു സംശയമില്ല. പണ്ട് നമ്മൾ പിന്നെ 2011 ഉമ്മൻചാണ്ടിൻ്റെ ഗവൺമെൻറ് ഉള്ള കാലത്ത് അന്ന് ഞങ്ങൾ 8-9 പേരോ മറ്റുണ്ടായിരുന്നു, 9 MLA-മാർ ആണല്ലേ. ആലപ്പുഴയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആലപ്പുഴയിൽ ഇപ്പം രമേശിൻ്റെ ഒരു മണ്ഡലമാണ് നമുക്കുള്ളത്. അതിപ്പം അവിടെ ഈ പറഞ്ഞതുപോലെ അത് അവിടെ കുട്ടനാട്, പിന്നെ അമ്പലപ്പുഴ, അരൂര്, കായംകുളത്തും ഒക്കെ ഇപ്പം ഇവിടെ എല്ലാം BJP-യുടെ ഒരു കടന്നുകയറ്റമുണ്ട്. അതുകൊണ്ടായിരിക്കുന്നത് ഒരു പരിധിവരെ CPM-നെയാണ് താഴോട്ടടിച്ചത്. അതെ, എല്ലായിടത്തും അതെ. CPM 3-ാം സ്ഥാനത്തേക്ക് പോയത് ആലപ്പുഴ ജില്ലയിൽ. CPM ആയിരുന്നു മേജറായിട്ട് നിന്നിരുന്നത്, അവിടെയെല്ലാം 3-ാം സ്ഥാനത്തേക്ക് CPM പോയി. ഇപ്പോൾ അമ്പലപ്പുഴയാണെങ്കിലും പിന്നെ CPM-ൻ്റെ അകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും. CPM-ന് ഒരുപാട് സംഘടനാ പ്രശ്നം CPM നേരിടുന്ന ഒരു സ്ഥലം കൂടി ആലപ്പുഴ ജില്ല. ഇടുക്കിയും പത്തനംതിട്ടയും ഓൾമോസ്റ്റ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ഈ 4 ജില്ലകളിൽ വലിയ കുഴപ്പമില്ല. ദീപ്തി മേരി വർഗീസിനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അതിപ്പോൾ അറിയാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും അവരൊക്കെ നിർത്തുമായിരിക്കും. പിന്നെ സിറ്റിംഗ് MLA-മാർക്ക് എല്ലാ സീറ്റ് കൊടുക്കാനാണ് സാധ്യത? അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമുക്കത് എനിക്ക് അങ്ങനെ ഒരിക്കലും പറയാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. നമുക്കത് പറയാനൊന്നും പറ്റത്തില്ല. എങ്കിൽ പോലും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള എല്ലാവരും തന്നെ തുടരും. നമുക്ക് കോട്ടയത്തേക്ക് വരാം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് LDF വിട്ടിട്ട് UDF-ലേക്ക് വരുന്നു എന്നാണ് പറച്ചിൽ. അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ നീക്കം നടക്കുന്നുണ്ടോ? എന്ത് പറയാം, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗം അവരെല്ലാം പിന്നെ ഈ ഗവൺമെൻറ് മാറണം എന്നുള്ള ആഗ്രഹക്കാരാണ്. ഞാൻ ആ നാട്ടിൽ നിന്നുള്ള ആളാണല്ലോ, പ്രത്യേകിച്ച് പാലായിൽ നിന്നുള്ള ഒരാളാണല്ലോ. അപ്പോൾ എനിക്കറിയാമല്ലോ അവിടുത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത്. അവിടെ ജനമെല്ലാവരും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ജനവിഭാഗം അവർ ചേരാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയാണ് ചേർന്നിരിക്കുന്നത്. ഒരു പരിധി വരെ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ കഴിഞ്ഞ ഒരു നവകേരള യാത്ര ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പിണറായി വിജയൻ്റെ. ആ യാത്രയ്ക്കകത്ത് പാലായിൽ വന്ന് തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന കോട്ടയം MPയെ സ്നബ് ചെയ്തു, ആക്ഷേപിച്ചു പിണറായി സ്റ്റേജിൽ വെച്ച്. അതൊരു ചെറിയ ഇമ്പാക്റ്റ്. അങ്ങേര് നമുക്കറിയാമല്ലോ ഒരു സ്വാധീനാണ്, ഭാവമാണല്ലോ. അപ്പോൾ അങ്ങേര് സ്വാഗത പ്രസംഗമുണ്ട്. അപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിങ്ങനെ, നമുക്ക് റബ്ബറിൻ്റെ താങ്ങുവില അല്ലെങ്കിൽ
പിന്നെ സപ്പോർട്ട് പ്രൈസ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടണം. നമുക്ക് 250 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുതലാവുള്ളൂ. ഇപ്പോൾ 270 രൂപയെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് റബ്ബറിൻ്റെ പിന്നെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് പ്രൈസ് കുറച്ചുകൂടെ കൂട്ടണം. അത് കാരണം ഇവിടുത്തെ കർഷകൻ്റെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ കുറച്ച് വിഷയങ്ങൾ പാലായി വരുമ്പോൾ റബ്ബറിൻ്റെ കാര്യം അല്ലാതെ വേറെ ഒന്നും പറയുന്ന കാര്യമില്ലല്ലോ. ഈ കാര്യം പറഞ്ഞത് പിണറായി വിജയൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. പുള്ളി അടുത്തിരുന്നുകൊണ്ട് പിന്നെ റോഷിയോട് പറഞ്ഞു അയാളോട് നിർത്താൻ പറയാൻ പറഞ്ഞു. അപ്പോൾ റോഷി പോയി ചെവി പറഞ്ഞ് നിർത്താൻ പറഞ്ഞു. ഇങ്ങേര് കയറി പ്രസംഗിക്കാൻ വന്നു പറഞ്ഞു. MP എന്ന് പോലും പറഞ്ഞില്ല, തോമസ് ചാണ്ടിക്കാരൻ്റെ പേര് പറഞ്ഞില്ലെന്ന പോട്ടെ, MP എന്ന് പോയി ഇവിടെ ഒരാൾ സ്വാഗതം പറയുന്നത് കേട്ടു. അങ്ങേർക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ലത് എന്തിനാ ഈ ജാഥ എന്നുള്ളത്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാൻ വേണ്ടിയുണ്ട്, സർക്കാരിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിനു വേണ്ടി ഈ ജാഥ എന്ന് വെച്ചാൽ നീ ഈ വർത്തമാനമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. നീ ഏത് കർഷകൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്കിതൊന്നും അല്ല എൻ്റെ താല്പര്യം, ഞാൻ വേറെ ചില കാര്യത്തിന് ജാഥ നടത്തുന്നു എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാന്ന് നോക്കണം പാർലമെൻറ്റ് ഇലക്ഷന് ആക്ഷേപിച്ച് കളഞ്ഞു. ഇപ്പോൾ പാലക്കാരിപ്പോൾ ഞാനൊക്കെ അതിനോട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജാഥ വരുമ്പോൾ ഞാനാണ് എന്താ സ്വാഗതം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പാലായി വന്നിച്ച് റബ്ബറിൻ്റെ കാര്യം ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരസ്യമായിട്ട് ആക്ഷേപിച്ചാൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇതല്ലാതെ ഞങ്ങൾ എന്ത് പറയും എന്നെങ്കിലും ചോദിക്കാനാ ജോസ് കെ മാണിയുടെ ബാബു ഒളിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കാരണം അത് പാലക്കാരനൊരു അന്തസ്സിനെ അഭിമാനത്തെ നമ്മൾ വാട എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് നമ്മളോട് ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് പൊതുവികാരമായി പോയി. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് തോൽവിക്ക് ശേഷം ചാഴികാടൻ ഇത് വലിയ പാർട്ടിക്കകത്തൊരു വലിയ വിഷയമാക്കിയത്, നമ്മളെ അവമാനിച്ചു എന്ന് പറഞ്ഞാൽ. കാരണം അവർക്ക് ചേരാൻ പറ്റാത്ത സ്ഥലത്ത് പോയി അവർ ചേർന്നിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ എല്ലാ കാലത്തും കേരള കോൺഗ്രസ്സിൽ ഒരു ക്ഷീണം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പാർട്ടി അവരെ സഹായിക്കാറുണ്ട്. അത് കോൺഗ്രസിനെ കുറിച്ചൊക്കെ അവർ വെറുതെ ആക്ഷേപം പറയുന്നതൊക്കെയാണ്, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം കോൺഗ്രസ് പാർട്ടി ഇവർ തകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണ്. അല്ല, കോൺഗ്രസിന് എല്ലാ കാലത്തും കാരണം അവർ വന്നാൽ നമുക്ക് വിരോധമില്ല, സന്തോഷമുള്ളൂ, വിരോധമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു വോട്ടും കളയാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ് നമുക്കുള്ളത്. അത് ഏത് മേഖലയിലാണ്, ഏതെല്ലാം തരത്തിൽ ജനാധിപത്യ ചേരിയിലൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആര് വന്നാലും അവരെ ചേർത്ത് നിർത്തുക. നമ്മളെല്ലാവരും ഈ ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ചേർത്ത് നിർത്തുക. അതിലൂടെ നമ്മൾ അന്തിമമായ ലക്ഷ്യത്തിലേക്ക് പോകുക. അതാണ് നമ്മുടെ അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു പരിധി വരെ, അതായത് ഇപ്പം കേരള കോൺഗ്രസിനെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ്സുകാർ അക്ഷരാർത്ഥത്തിൽ പുറത്താക്കിയതാണ്. അത് ഞാൻ ഇപ്പോഴും സമ്മതിക്കില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ തന്നെ പറഞ്ഞു പുറത്താക്കി. ബെന്നി ബെഹനാൻ പറഞ്ഞ വാക്കൊന്ന് പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു പോയതാണ്. ഞാനും കൂടി ഇരുന്നുകൊണ്ടാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ വീതം വെക്കുന്നത് ജോസഫ് മാണിയായിട്ട്. അപ്പം ജോസഫിന് മാണിക്ക് 8 മാസവും ജോസഫിന് 4 മാസവും കൊടുത്ത് അവസാനം അത്രയും കാലം ഉണ്ടായിരുന്നുള്ളൂ. അത് സംഭവം അത് തീർത്തതാണ്. ഈ 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ മാറിയേലാന്ന് വന്നു. മാറിയേലാന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും തന്നെ ജോസഫ് മാണിയായിട്ടുള്ള അകന്നുപോയി. അപ്പം ഇടതുപക്ഷം ഇവരെ ഡീൽ ചെയ്യാൻ തുടങ്ങി, പ്രത്യേകിച്ച് വാസവനൊക്കെ സ്ഥിരമായി ഡീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ മനസ്സൊരു പകുതി മാറി നിൽക്കുന്ന ഒരു സമയം. അതുകൊണ്ടാണ് അവരും വാശി പിടിച്ചത്. ജോസഫും നല്ല വാശിക്കാരനാണ്. എനിക്കിപ്പോൾ ഇതിന് തീരുമാനം ഉണ്ടാണ്. എനിക്ക് UDF നേതൃത്വം കൊടുത്ത വാക്കാണ്, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി എല്ലാവരും കൂടി ഇരുന്ന് കൊടുത്ത വാക്കാണ് എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര പ്രശ്നമായി. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UDF പറഞ്ഞു, ഇനി നിങ്ങൾ ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തില്ല, ഞങ്ങൾ അടുത്ത യോഗത്തിലേക്ക് വിളിക്കുകയല്ല കേട്ടോ എന്നൊന്ന് ഒരു തീരുമാനം എടുത്തല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അത് അങ്ങനെ ഒന്ന് പറയാം. അത് പക്ഷേ ബെന്നി ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു കാരണമാക്കി. അത് കാരണമാക്കിയിട്ട് ഞങ്ങളെ തള്ളിക്കളഞ്ഞതല്ലേ, ഞങ്ങളെ ചവിട്ടിക്കളഞ്ഞതല്ലേ, അതങ്ങോട്ട് വലിയ പ്രചരണമായി. ഇപ്പോഴും അതങ്ങനെ ആളുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെയൊക്കെ തലയിലും ഉണ്ട് കുറേ പഴി. ഞങ്ങൾ ഈ കേരള കോൺഗ്രസിനെതിരായിട്ട് അല്ലെങ്കിൽ പാലായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ട് ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ പാർട്ടിയുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ? അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യും, അവരുമായിട്ട് മത്സരിക്കും, പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ പരസ്പരം മത്സരിക്കും, സഖ്യമൊന്നും കാണിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസിനെതിരെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളോടൊക്കെ ഒരുപാട് പണക്കമുണ്ടാകും. സത്യത്തിൽ മാണി സാറൊക്കെ ഉള്ള കാലത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ഞാനൊരു MLA എന്നുള്ള നിലയിൽ ഒരു പക്ഷേ മൂവാറ്റുപുഴയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. മാണി സാർ അന്ന് ഒരു തമാശ പറയായിരുന്നു, ഞാൻ വന്ന് വാഴയ്ക്കനും കുരുളാനും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടേ എനിക്ക് കണ്ടാൽ പേടിയാവുമെന്ന്. നിശ്ചയം നമ്മൾ ഫൈനാൻസ് മിനിസ്റ്ററാണ്. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ടായിരിക്കും ചെയ്യുന്നത്. അവിടെ വരുന്ന വർത്താനമൊക്കെ പറഞ്ഞ് ലോഹിയൊക്കെ പറഞ്ഞു, സാറേ ഈ പ്രോജക്റ്റ് ഇത് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, PWD നിന്ന് വന്നിട്ടുണ്ട് സാറേ, ഇന്ന് ഫൈനാൻസ് സാങ്ഷൻ വന്നതാണ്,
എന്ന് പറഞ്ഞിട്ട് ചെല്ലുവേ. അപ്പം അത്ര സ്നേഹം എന്നോട് കാണിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അല്ലാതെ ഞാൻ ഒരിക്കലും മാണി സാറിനെതിരായിട്ടൊന്നും ഞാൻ സംസാരിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ പാലാ രാഷ്ട്രീയത്തിൽ വരുമ്പം, കോട്ടയം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു കോൺഗ്രസിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിലപാടുകൾ സ്വീകരിക്കും, എതിർക്കും. മിക്കവാറും പഞ്ചായത്തുകളിൽ പരസ്പരം മത്സരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളവിടെ പാലാ മുനിസിപ്പാലിറ്റി അടക്കം രാമപുരം പഞ്ചായത്ത്, എൻ്റെ പഞ്ചായത്ത് രാമപുരം പഞ്ചായത്ത് ഏറ്റവും വലിയ പഞ്ചായത്ത്. അവിടെയാണ് നിങ്ങൾക്ക് കോൺഗ്രസിനാണ് ഇച്ചിരി എഡ്ജ് എന്ന് തോന്നുന്നല്ലേ രാമപുരം? കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്, ഞങ്ങളിപ്പോഴും കോൺഗ്രസ്സാണ് ജയിച്ചേക്കുന്നത്. അല്ല, ആ പഞ്ചായത്തുകളൊക്കെ നമ്മളാണ് ജയിച്ചിരിക്കുന്നത്, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ നമ്മളാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പം ജേക്കബ് സാറും ചാണ്ടി സാറിൻ്റെയും കാലം മുതലേ അവരെല്ലാം കേരള കോൺഗ്രസിൻ്റെ ഒരു റിറ്റിൽ നിൽക്കുന്നവരാണ്. പണ്ട് രക്തസാക്ഷിയൊക്കെ ഉള്ളതാണ്. ഒരുപാട് രക്തസാക്ഷികൾ രാമപുരത്ത് കുത്തും വെട്ടും. ഇപ്പോൾ മലബാറിലെ കണ്ണൂരിൽ നടക്കുന്ന കൂട്ട ഏർപ്പാടാണ് കേരള കോൺഗ്രസ് ഫൈറ്റൊക്കെ ആദ്യകാലങ്ങളിൽ നടന്നത്. ഇപ്പോൾ അതിൻ്റെ കാലം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊക്കെ ആയി ഇപ്പോഴത്തെ അവിടുത്തെ കാരണവന്മാരും നേതാക്കന്മാരുമായി. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളത് പിന്തുടരുകയല്ലേ. അപ്പം നമ്മളും ഈ പഴിയെല്ലാം നമ്മുടെ തലയിലോട്ടും വരും കുറേ. അപ്പം ഞാൻ ചോദിക്കേണ്ടത് 9 സീറ്റിൽ 6 സീറ്റും കേരള കോൺഗ്രസിനായിരുന്നു, UDF-ലായിരുന്നപ്പോൾ. അപ്പോൾ അത് വേണ്ട, മാണിക്ക് ശേഷം അത് വേണ്ട, അതൊരു 6 എന്നുള്ളതൊരു 4 കുറയ്ക്കാം, 3 കുറയ്ക്കാം എന്നുള്ള ഒരു പിടിവാശിയുടെ പുറത്ത് തന്നെ ആവത്തില്ലേ നിങ്ങളന്ന് ഒരു സ്റ്റാൻഡ് എടുത്തത്? അല്ല, അതല്ല, ഒരിക്കലും അല്ല. മാണി തീർന്നു, അപ്പോൾ ഇനി ആ ഒരു ഇല്ല, അതൊക്കെ വെറുതെ പറയുന്ന അത് പോകരുതെന്നുള്ള സ്റ്റാൻഡ് ഒക്കെ തന്നെയായിരുന്നു. കാരണം പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ അവിടെ ഈ കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞല്ല, പല സ്ഥലത്തും UDF എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. അതിൻ്റെ അകത്തുനിന്ന് ഇത് വേർതിരിച്ചെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങളാവും. നമുക്കൊന്ന് റീസെറ്റിൽ ചെയ്യാൻ പോലും സമയമില്ലായിരുന്നു. അതുകൊണ്ടത് അങ്ങനെ പോകരുതെന്ന് തന്നെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ അവരപ്പോഴത്തേക്കും ധാരണകളിലേക്ക് പോയിരുന്നവർ. കാരണം അവർ പോകാൻ കാരണം കോൺഗ്രസുമായിട്ടുള്ള വിരോധം മാത്രമല്ല, ജോസഫുമായിട്ടുള്ള ഇവരുടെ അതാണ് യഥാർത്ഥ വലിയ ഇഷ്യൂ. അതായിരുന്നു രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കാൻ മേലാത്തൊരു സിറ്റുവേഷൻ. ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ്, സംയുക്ത കേരള കോൺഗ്രസ് ആയിരുന്നപ്പം എനിക്ക് തോന്നുന്നു കടുത്തുരുത്തിയും വേറെ 1-2 സീറ്റിലെ ജോസഫിനുണ്ടായിരുന്നുള്ളൂ. കടുത്തുരുത്തി ജോസഫ് ജയിച്ചിരുന്നത്. കടുത്തുരുത്തി ഉള്ളെന്ന് തോന്നുന്നു, വേറെ ജോസഫ് സീറ്റ് പോലും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞ ആകപ്പാടെ ജോസഫ്, പൂഞ്ഞാറുണ്ടായിരുന്നു, പി സി ജോസഫ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കേണ്ടത് ഈ 15 സീറ്റിൽ ഒരു 4-5 സീറ്റ് മാത്രമേ ജോസഫിനുണ്ടായിരുന്നുള്ളൂ. അതല്ല, അത് കേരള കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അല്ല, ഞാൻ ചോദിച്ചത് ആദ്യം സംയുക്ത കേരള കോൺഗ്രസിൽ ജോസഫിന് 4-5 സീറ്റ് മാത്രമുണ്ട്, പിന്നെ എന്തിനാണ് ഈ 10 സീറ്റ് കൊടുത്തത് നിങ്ങൾ? അതല്ല ഞാൻ പറഞ്ഞത്, കേരള കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കേരള കോൺഗ്രസ് സീറ്റുകൾ ആയിരുന്ന സീറ്റുകൾ നല്ല പങ്കും മുഴുവൻ കൊടുത്തില്ല, നല്ല പങ്കും ജോസഫിന് തന്നെ നമ്മൾ കൊടുത്തു. കാരണം അവരെ നമുക്ക് ക്ഷീണിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ അണികൾ പിന്നെ UDF-നോട് എതിർത്ത് പോകരുത്, അവരും കൂടെ പരമാവധി ഞങ്ങളോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ജോസഫിനെ അന്ന് കൊടുത്തത്. ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ല ജോസഫിന് ഗ്രിപ്പില്ലായിരുന്നല്ലോ. കടുത്തുരുത്തി ഒഴിച്ചാൽ കടുത്തുരുത്തിയിലുണ്ടായിരുന്നു, പൂഞ്ഞാറിലെ PC പിന്നെ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടനാട് സീറ്റ് അവരുടെ ആയിരുന്നു, പിന്നെ തൊടുപുഴയിലെ തൊടുപുഴ ഉണ്ടായിരുന്നു, ഇടുക്കി ഉണ്ടായിരുന്നു. അതെല്ലാം ജോസഫുമായിട്ട് ബന്ധപ്പെട്ട സീറ്റുകളായിരുന്നു. ഇടുക്കിയല്ലായിരുന്നു, ഇടുക്കി റോഷിയായിരുന്നു. പിന്നെ അങ്ങനെ സീറ്റുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ മാണി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് ഞങ്ങൾ എടുത്തില്ല. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മാണി തിരിച്ചു വരുമ്പോൾ ഈ 10 സീറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, അതിനൊക്കെ ഒരു ഫോർമുല കാണുമെന്നേ. ഒന്നിച്ച് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പ്രശ്നമില്ല. അല്ല, ഞാൻ ചോദിക്കേണ്ടത് എനിക്കൊരു ക്ലാരിറ്റി. ഇപ്പം മാണിക്ക് അവിടെ 12 സീറ്റാണ് LDF കൊടുത്തത്. 10 സീറ്റെങ്കിലും കൊടുക്കാതെ മാണി വരുമോ? അതല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫോർമുലകൾ ഉണ്ടാകും. ഒരു പ്രശ്നമില്ലാതെ ഫോർമുല ഉണ്ട്. അത് അവരാദ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പറ്റിയ ഫോർമുലകൾ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ. ഞാൻ ഉണ്ടാകുമ്പം പിന്നെ ഞങ്ങൾക്ക് ലാഭമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ആത്യന്തികമായൊരു ലക്ഷ്യം ഭരണം കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരില്ലെങ്കിലും ജയിക്കാവുന്ന സാഹചര്യം ഉണ്ട്. അതൊക്കെ ഉണ്ടാകാം. പുതുപ്പള്ളി ജയിക്കും, കോട്ടയം ജയിക്കും, ഏറ്റുമാനൂർ നിങ്ങൾക്ക് ആരെ നിർത്തിയാലും ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. പൂഞ്ഞാറ് വിടെ, പിന്നെ വൈക്കം വിടെ. പൂഞ്ഞാറ് എന്തിനാണ് വിടുന്നത്? പൂഞ്ഞാറ് നിങ്ങൾ 3ാമതായിരുന്നില്ലേ? അത് വേറെ കാര്യങ്ങൾ. അത് വേറെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പം ജോർജിനെ തോൽപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു മുസ്ലിം വോട്ടുകൾ കംപ്ലീറ്റ് അവിടെ പോയി ചെയ്തുകൊണ്ടാണ്. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ശക്തി വന്നില്ല. ഇപ്പോൾ അവിടെ ആണ്ട് മുഴുവൻ ജില്ലാ പഞ്ചായത്തും നമ്മളെ ജയിച്ചേക്കുന്നത്, മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തും നമ്മളെ ജയിച്ചേക്കുന്നത്, മിക്കവാറും പഞ്ചായത്തുകൾ മുഴുവൻ കോൺഗ്രസ് ജയിച്ചേക്കുന്നത്. ചങ്ങനാശ്ശേരി ഇതൊക്കെ UDF-ന് ജയിക്കാം. അപ്പം ഞാൻ ചോദിക്കണത് ജോസ് കെ മാണി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് നേട്ടമുള്ള? അല്ല, നേട്ടമുണ്ടോ എന്നുള്ളതല്ല. ഈ LDF-ൻ്റെ ഒരു സംവിധാനം കേരളത്തിൽ തകരുക എന്നുള്ളത്, അല്ലെങ്കിൽ LDF സംവിധാനത്തിൻ്റെ അകത്തുനിന്ന് ജനാധിപത്യ വിശ്വാസികളായ പരമാവധി ആളുകൾ പുറത്തു വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൊത്തം ആസ് എ ഹോൾ സ്റ്റേറ്റിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനൊരു ആവശ്യമാണ് എന്നുള്ളതാണ്
കിട്ടിയാൽ അത്രയും നല്ലതാണ് നമുക്ക്, അത്രയും എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പം ഓരോ നിയോജകമണ്ഡലം എണ്ണി അവിടുത്തെ വോട്ടിൻ്റെ കാര്യങ്ങളല്ല. ഓരും കൂടെ വരുമ്പം ആ ചേരിയും കൂടെ ഇതാ UDFിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വെയിറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ജോസഫ് സീറ്റ് കുറയാൻ സമ്മതിക്കുമോ? അതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നിട്ടല്ലേ കാര്യമുള്ളൂ. ഇത് യാഥാർത്ഥ്യമാകുമെങ്കിലല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ആവശ്യമില്ലാതെ ആപേക്ഷികമായ കാര്യങ്ങൾ ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് PV അൻവറിനെ കൂടെ കൂട്ടിയത്? അയാളെപ്പോലെ കളങ്കിതനായ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും സൈബർ ഗുണ്ടായുസവും ക്രിമിനൽ സ്വഭാവവും അതെല്ലാം ഞാൻ കോടതിയൊക്കെ അല്ലേ തീരുമാനിക്കേണ്ടത്, അങ്ങനെ ഈ കുഴപ്പമെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ല, ആയിരുന്നല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ അയാൾ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം വരെ DNA പരിശോധിക്കാൻ പറഞ്ഞ ആളാണ്. രാഷ്ട്രീയത്തിൽ എന്നെ ഇതിപ്പോൾ നമ്മളിരിക്കുന്ന ഈ 6-ാം നിലയിൽ നിന്ന് എന്നെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ടിട്ട് കുറേ കാലം നടന്നതാണ്. എനിക്കെതിരെ സകല കള്ളക്കേസും കൊടുത്ത് നിങ്ങളുമായിട്ട് കുറേ ഫൈറ്റ് ഉണ്ടായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു വൃത്തികെട്ടവൻ എന്തിനാണ് നിങ്ങൾ എടുത്തത് എൻ്റെ ചോദ്യം. അപ്പം നമ്മളെടുത്തതല്ല. അതിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മലബാറിൽ ഞങ്ങൾ ഒരു സാധ്യതകളെ നമ്മൾ തള്ളിക്കളയണം. നമുക്ക് ആത്യന്തിക ലക്ഷ്യം ഭരണം കിട്ടുക എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് നമ്മളതിൻ്റെ അകത്ത് വേറെ കേരളത്തിൽ നമുക്ക് UDFിൻ്റെ ഭരണം ഈ ഗവൺമെൻറ്റിനെ മാറ്റണം എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം പറയാം, ബേപ്പൂരിൽ അയാൾ മത്സരിക്കുമെങ്കിൽ ചിലപ്പോൾ ജയിച്ചിട്ടും വരും കേട്ടോ. അത് അയാൾ മത്സരിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രം എനിക്ക് അയാളുടെ എത്ര എതിർപ്പുണ്ടെങ്കിലും അപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതെ, അല്ല, എത്ര എതിർപ്പുണ്ട് ബേപ്പൂരിലാണ് നിർത്തുന്നതെങ്കിൽ ഞാൻ യോജിക്കുന്നു. പക്ഷെ അയാളെ കൊണ്ടുപോയി ബേപ്പൂർ അയാൾ ചോദിച്ചേക്കുന്നത് എനിക്ക് ബേപ്പൂരിലാണ് അയാൾ നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞു. ഇപ്പം എനിക്കറിയത്തില്ല, നേരത്തെ പരസ്യമായിട്ട് ഞാൻ ബേപ്പൂരിൽ നിന്നോളാം അതൊക്കെ അന്ന് വരാൻ വേണ്ടിയിട്ട് ആവേശത്തിൽ പറഞ്ഞ പുള്ളി പണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ബേപ്പൂർ അത്ര മോശപ്പെട്ട സീറ്റൊന്നുമല്ല. ഞങ്ങളുടെ ആദം മുൾഷി കഴിഞ്ഞ പ്രാവശ്യം ആദ്യം തൂക്കുന്നത് 4000-5000 വോട്ടിനാണ് നമ്മുടെ കരീമുമായിട്ട് തൂക്കുന്നത് 16-ല്. 16-ല്. അതിനുശേഷം പിന്നെ വലിയ ഡിഫറൻസ് 28,000 വോട്ടിന് അതൊക്കെയല്ല അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഫറൻസ് വന്നതാണ്. പക്ഷേ ബേപ്പൂരിൽ കോൺഗ്രസ് UDF ശക്തമായ ബേപ്പൂരിൽ അൻവർ നിന്നാൽ എനിക്ക് അൻവറിനോട് കടുത്ത എതിർപ്പുണ്ട്, ശത്രുതയുണ്ട്. പക്ഷേ ഈ പ്രതീകാത്മകമായ ഒരു വിജയമാണ്. അതായത് ഇയാളെ തോൽപ്പിക്കാൻ പറ്റിയാൽ നമ്മുടെ മുഹമ്മദ് റിയാസിന് അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അൻവർ തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവൻ ഞങ്ങളുടെ 100-ലേക്കുള്ള ഓർമ്മ. അതെ, ആ അർത്ഥത്തിൽ അവിടെയാണെങ്കിൽ പിന്നെ അയാളുടെ മറ്റു ആവശ്യങ്ങൾക്കൊന്നും വഴങ്ങായിരുന്നാൽ മതി. അതൊക്കെ എനിക്ക് തവരൂർ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമുക്ക് അഡീഷണലായിട്ടൊരു സീറ്റായിരിക്കും പിന്നെ അൻവറിലൂടെ കിട്ടാൻ പോകുന്നതെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ തെറ്റില്ല. അഡീഷണലായിട്ട് ലീഗിൻ്റെ സമീപനം എന്താണ്? കേരള കോൺഗ്രസ് ജോസ് കെ മാണി വരുന്നതിനോട് അവർക്ക് സന്തോഷമാണ്. ആണോ? അതിൻ്റെ അകത്ത് പിന്നെ ഒരു നഷ്ടമുള്ളതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുള്ളത് ഞങ്ങൾ കോട്ടയംകാർക്കേ ഉള്ളൂ. കോട്ടയത്തെ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആർക്കെന്താ നഷ്ടമായിരിക്കും? ആര് വേണം വരട്ടല്ലേ? ആര് വേണേലും വരട്ടെ. അതിനകത്ത് ഏറ്റവും ശക്തമായ ഒക്കെ വർത്തമാനം പറയേണ്ട ആളാണ് ഞാനൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ഭരണമാറ്റം. ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി വരുമോ? അല്ല, ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റിയല്ല. പക്ഷെ എവിടെ സീറ്റ് കൊടുക്കാൻ? കാരണം അവർ കൽപ്പറ്റയില്ല, വടകരയില്ല. അല്ലെന്നേ, കൂത്തുപറമ്പ് അവരുടെ സിറ്റിംഗ് സീറ്റ്. കൂത്തുപറമ്പ് അവരുടെ സിറ്റിംഗ്. നമ്മൾ 100-ലേക്കുള്ള ഒരു സീറ്റാകുന്നേ. അതും ശ്രേയാംസ് കുമാർ അവിടെ മത്സരിക്കും. കാരണം കൽപ്പറ്റ കൊടുക്കാൻ പറ്റത്തില്ല, സിറ്റിംഗ് സീറ്റാണ്. വടകര കൊടുക്കാൻ പറ്റില്ല, സിറ്റിംഗ് സീറ്റാണ്. അവരുടെ 2 സ്ട്രോങ് സീറ്റുകൾ രണ്ടുമാണ്. പിന്നെ എവിടെ ശ്രേയാംസ് കുമാറിന് കൊടുക്കും? ശ്രേയാംസ് കുമാറൊന്നും എനിക്കറിയില്ല. അതേക്കുറിച്ചൊന്നും നമ്മൾ നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറയാൻ പറ്റില്ല. CK ജാനുവിനെ നിങ്ങൾ കൊണ്ടുവന്നു, സീറ്റ് എവിടെ കൊടുക്കും? മാനന്തവാടി കൊടുക്കുമോ? അവർ മത്സരിക്കുന്നില്ലെന്നായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ആണോ? അങ്ങനെയാണ് മാനന്തവാടി കണ്ടപോലെ എനിക്ക് തോന്നുന്നു. മാനന്തവാടിയിൽ അവർ ഫോക്കസ് അവരൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് അവർ, ആദിവാസി വിഭാഗങ്ങളെ. പക്ഷെ അതൊക്കെ ദോഷം ചെയ്യും. കാരണം സീറ്റ് കിട്ടില്ല, അവർ പൊട്ടിത്തെറിച്ചപ്പോൾ വെളിയിറങ്ങി കഴിഞ്ഞത്. ഞാനൊന്നും പറയത്തൊന്നുമില്ല. അതൊക്കെ അവരെ കുറിച്ച് ഇവിടെ വരുന്നവരൊക്കെ അതിന് മുമ്പ് തന്നെ കൃത്യമായ ധാരണ കാണും അവർക്ക്, കൃത്യമായ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ഈ ഞാൻ അവസാനിപ്പിക്കാം. ഈ ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ്സുകാരനായത് ആ ഒരു കാലം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനായത്? പാരമ്പര്യമായിട്ട് രാഷ്ട്രീയമുണ്ടോ? പാരമ്പര്യമായിട്ട് ഫാദറൊക്കെ രാഷ്ട്രീയക്കാരല്ലേ. രാഷ്ട്രീയം എന്ന് വെച്ചാൽ പുള്ളിയുടെ പ്രാദേശിക പഞ്ചായത്ത് രാമപുരത്ത് ബാങ്കിൻ്റെ ഡയറക്ടർ കൊടുക്കും. MM ജേക്കബ് സാറിൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. MM ജേക്കബ് സാറിൻ്റെ ആളായിരുന്നു ഫാദറൊക്കെ. നല്ല അടുത്ത ഫ്രണ്ട്സായിരുന്നു അവരെല്ലാം. അപ്പോൾ ആ നിലയിൽ നമ്മളൊക്കെ ജന്മനം കൊണ്ട്, ഞങ്ങളൊക്കെ രാമപുരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്, ജന്മം കൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ മതം പോലെയാണ്. കേരള കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ട് കോൺഗ്രസ് കുടുംബം, കേരള കോൺഗ്രസ് കുടുംബങ്ങളെല്ലാം ഫാമിലികളാണ് മൊത്തം നിൽക്കുന്നത്. നമുക്ക് വളരെ കൊച്ചുനാളിൽ, എനിക്ക് തോന്നുന്നത് 12ാമത്തെ വയസ്സിൽ രാമപുരം സ്കൂളിൽ ആദ്യം യൂണിറ്റ് ഇടുന്നത് ഞങ്ങളൊക്കെ കൂടെയാണ്, KSUവിൻ്റെ യൂണിറ്റ്. അവിടെ നിന്ന് പിന്നെ കോളേജിലേക്ക് വന്ന് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോക്ക് തന്നെ വളരെ ചുരുക്കമായിരുന്നു. മിക്കവാറും ഒക്കെ തന്നെ പാർട്ടി ആഫീസും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്റ്റലുകളും
ലോഡ്ജുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ടൈം സംഘടനാ പ്രവർത്തനമായിരുന്നു. ആ അവിടെ ഗ്രൂപ്പ് നിന്ന് വന്ന് ഞാൻ ആ 12ാമത്തെ വയസ്സ് വന്ന് ഞാൻ കോളേജിലേക്ക് എത്തി. എവിടെ? പാലാ സെന്റ് തോമസിലായിരുന്നു. പാലാ സെൻറ് തോമസ് കോളേജിലായിരുന്നു. പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് പിന്നെ അവിടെ എന്താ അവിടുത്തെ ചുമതല? അവിടെ KSUവിൻ്റെ യൂണിറ്റിൻ്റെ ആദ്യമേ വന്നു. അന്നത്തെ ഭയങ്കര സ്ട്രോങ് അവിടെ. ഭയങ്കര ഫൈറ്റാണ്, എന്നും അടിയേ ഭയങ്കര ഫൈറ്റായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ യൂണിറ്റിൽ വന്ന് യൂണിറ്റ് പ്രസിഡൻ്റായി, താലൂക്ക് പ്രസിഡൻ്റായി. അവിടെ പഠിക്കുമ്പോൾ തന്നെ താലൂക്ക് KSUവിൻ്റെ പ്രസിഡന്റ്. താലൂക്ക് KSU പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും യൂണിറ്റ് ഉണ്ട്, മുഴുവൻ സ്കൂളുകളിലും പോകണം. അല്ലാതെ നമ്മൾ കോളേജിലെ 2 പരിപാടി മാത്രമല്ല, അത്രയും സംഘടനാപരമായ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ. പിന്നെ ജില്ലാ ഭാരവാഹിയായി, പിന്നെ സ്റ്റേറ്റ് ഭാരവാഹിയായി. ഞാൻ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 23 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി. അത് വേണു കഴിഞ്ഞാണോ? അല്ലല്ല, വേണുവൊക്കെ എന്നെക്കാളൊക്കെ വളരെ ജൂനിയർ അല്ലേ. ആണോ? പിന്നെ ശരി, അവരെല്ലാം നമുക്ക് ജൂനിയേഴ്സ്. ഞാൻ പിന്നെ സംസ്ഥാന KSUവിൻ്റെ പ്രസിഡൻ്റായപ്പോൾ വേണുവൊക്കെ ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ ജൂനിയേഴ്സാണ് അവരെല്ലാവരും. സതീശന് അവരെല്ലാവരും നമുക്ക് പിന്നീട് വന്നിട്ടുള്ളവരാണ് അവരെല്ലാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വന്ന്, ഞാൻ പറഞ്ഞില്ല 23 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരുപാട് കാലം ഇരുന്നു. പിന്നെ നാഷണലിലായിട്ട് നിന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ KPCC യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. നമ്മൾ പ്രസിഡൻ്റായിട്ട് അത് വലിയ തിരുത്തൽവാദം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണത്തിലൊന്നായിരുന്നത് എന്നെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് തീരുമാനിച്ചതാണ്. പത്രത്തിലൊക്കെ മലയാള മനോരമയുടെ ഫ്രണ്ടിലൊക്കെ ജോസഫ് വാഴക്കനടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. അന്നത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമാണ്. ഭാര്യയായിട്ട് തിരുവനന്തപുരത്ത് താമസമായി പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമയുടെ ഫ്രണ്ടിൽ പടമൊക്കെ ഇട്ട് വന്നത്. അപ്പോഴാണ് പാർട്ടി ഇലക്ഷൻ നടക്കുന്നത്. അന്നത്തെ AK ആൻ്റണി വയലാർ മത്സരം നടക്കുന്നത്. അപ്പോൾ ആ അനൗൺസ്മെൻ്റ് ഒന്ന് ഡിലേ ചെയ്യിപ്പിച്ചു. അനൗൺസ്മെൻറ്റ് ഡിലേ ചെയ്യിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് AK ആൻ്റണിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പാർട്ടി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അകന്നുപോയി. ആൻ്റണി തോക്കുകയും വയലാർ വിജയിക്കുകയും അങ്ങനെ കോൺഗ്രസിനകത്ത് വലിയൊരു ഇത് വന്നു. ആൻ്റണി കരുണാകരൻ ഭയങ്കര അന്ന് മുതലേ കരുണാകരൻ്റെ ആളാണോ? അതെ, അത് തന്നെ, ആ കൂടെയാണ്. അത് വന്ന് താമസിച്ചു. പിന്നെ തിരുത്തലവാദം വന്നു. തിരുത്തലവാദം വന്നപ്പോഴത്തേക്കും പിന്നെ ലീഡർക്കും എതിരായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ തിരുത്തലവാദത്തിന് കൂടെ കൂടി. തിരുത്തലവാദത്തിന് ഞങ്ങൾ കരുണാകരനോടും പോയി, ആന്റണിയോടും പോയി. അതെ. പിന്നെ ഞങ്ങൾ പിന്നെ ലീഡറോട് തിരിച്ചു വന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ. അപ്പം ലീഡർ ആരായിരുന്നു? രമേശ് ചെന്നിത്തലയാണോ? കാർത്തികേയന്, രമേശ് ചെന്നിത്തല, അങ്ങനെ MI ഷാനവാസ്, ഇവരിങ്ങനെ നമ്മളൊരു ടീമായിരുന്നു. ഞങ്ങൾ തിരുത്തലവാദത്തിലെല്ലാവരും നിന്നിരുന്ന. പിന്നെ ഈ സതീശന്, വേണു, ഇതൊക്കെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, ഈ സംവിധാനത്തിലുണ്ടായിരുന്നല്ലോ. പിന്നീട് നിങ്ങളെല്ലാം തിരിച്ച് വീണ്ടും ലീഡറോട് തന്നെ വന്നു. എല്ലാവരും വന്നു. ആരും അങ്ങോട്ട് പോയില്ല? ഇല്ല. ലീഡർ ക്ഷമിച്ചു. ലീഡർ ക്ഷമിക്കും. അത് പിന്നെ ലീഡർ നല്ല രാഷ്ട്രീയക്കാരനല്ലേ. അപ്പോൾ ലീഡർ തന്നെ അന്ന് പറയണ്ട. കാരണം കുട്ടികൾ തെറ്റ് ചെയ്താൽ കാരണവന്മാർക്കല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ലീഡർ പറയാറുണ്ടെന്ന് ഞങ്ങളുടെ ഈ വിഷയത്തിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞു. പിന്നെ എന്താണ് പാർട്ടിയിൽ പിന്നീടുണ്ടായ ഒരു പിന്നെ സെക്രട്ടറിയായി. പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് 10-12 കൊല്ലത്തോളം KPCCയിലെ ജനറൽ സെക്രട്ടറി. അതൊക്കെ എണ്ണം കുറവാണ് കേട്ടോ. 8 ജനറൽ സെക്രട്ടറിമാരേ ഉള്ളൂ. പിന്നെ പാർട്ടി സ്പോക്സ്മാൻ ആയിരുന്നു 2004 മുതൽ 2021 വരെ. ശരി. നീണ്ട ആദ്യ കാലഘട്ടം. മിക്കവാറും പല ചാനലുകളിലും തുടങ്ങിയപ്പോൾ ആ സമയത്ത് ചാനലുകൾ ചർച്ചകളുടെ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആദ്യത്തെ ഷോയിൽ തന്നെ നമ്മളൊക്കെ ഉണ്ടാവുമായിരുന്നു. മിക്കവാറും എല്ലാ ചാനലിലും, ഇന്ത്യ വിഷൻ്റെ ആണെങ്കിലും അമൃതയാണെങ്കിലും ഒരുപാട് ചാനൽ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആദ്യമൊക്കെ നമ്മൾ ചർച്ച തുടങ്ങുമ്പം അന്ന് പിന്നെ ഏഷ്യാനെറ്റും കൈരളിയും 2-3 ചാനലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇത്രയും സജീവമായിരുന്നിട്ടും മത്സര രംഗത്ത് പലപ്പോഴും പരാജയം വന്നല്ലോ. അത് പറ്റിപ്പോയെന്ന് വെച്ചപ്പോൾ കാഞ്ഞിരപ്പള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ നിന്ന് ആദ്യം അവിടെയാണ് മത്സരം. 2 റിവലല്ലേ വന്നത്. ഒന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോർജ് കുട്ടി അഗസ്തി, പിന്നെ KP ഷൗക്കത്ത് വന്നു. രണ്ടുപേരും സ്ട്രോങ് ആയിരുന്നു. 2 റിബലുകൾ സ്ട്രോങ് ആയിട്ട്. അത് അന്നത്തെ പിന്നെ ഞാനൊരു MLA മാറ്റിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് കിട്ടുന്നത്. ആ മാറ്റിയ MLAയുടെ ഒരു ചെറിയ പ്ലേയും കൂടെ ഉണ്ടായിരുന്നു. ആ MLA ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലാണോ? അല്ല, പുള്ളി ഇപ്പം അങ്ങനെ സജീവമൊന്നും അല്ല. പുള്ളി വേറെ എന്തൊരു പാർട്ടി സഭയായിട്ടൊക്കെ ചേർന്നത് പാർട്ടി ഉണ്ടോ? അതൊന്നും പിന്നെ അത്ര സജീവമായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് പിന്നെ ഞാൻ മൂവാറ്റുപുഴ പോയി ജയിച്ചു. പിന്നെ തോൽക്കും അടുത്ത പ്രാവശ്യം. പിന്നെ അത് പറ്റും. ഈ മൂവാറ്റുപുഴ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്ത് പറ്റി അവിടെ? മൂവാറ്റുപുഴയെ പറ്റിയ പല കാര്യങ്ങളും. ഒന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ മലയാളി ഉൾപ്പെടെയുള്ളവർ ചാനലിൽ കൂടെ ഒരുപാട് കള്ളക്കഥകൾ ഇങ്ങനെ പ്രചരിച്ചു. ഞാൻ പറഞ്ഞില്ല, പാർട്ടി സ്പോക്സ്മാനാണ്, ചാനൽ, പത്രമൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. ഈ കളി മാത്രം ഞാൻ അത്ര ശ്രദ്ധിച്ചു. സോഷ്യൽ മീഡിയ ഇത് അവന്മാർ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഒരാൾ അന്നത്തെ പിന്നീട് MLA പുള്ളി
ഉള്ള ദാരിദ്ര്യത്തിൻ്റെ ഒരു വലിയ മാർക്കറ്റിങ്ങും ഭയങ്കര ഏർപ്പാടുമായി. ഞാനിങ്ങനെ നോക്കുമ്പോൾ വലിയ പിന്നെ ശക്തനായി നിൽക്കുന്ന ഭയങ്കര ഇതായി നിൽക്കുന്ന കാലമാണ്. നമ്മൾ ഭയങ്കര പവർഫുള്ളായി നിൽക്കുന്ന ആ കാലമാണ്. സമയത്താണ് ലേവി നമ്മുടെ സജീന്ദ്രന്റെ ഭാര്യയുടെ ഒരു അതാണ് നിങ്ങൾ അടിച്ചിറക്കിയത്. നിങ്ങൾ അടിച്ചിറക്കിയ ഒരു സാധനമായിരുന്നു അത്. എനിക്കൊന്ന് ഈ ഷാജനെ എനിക്ക് എത്ര കാലം മുമ്പേ അറിയാവുന്നതാണെന്നറിയോ. പക്ഷേ ഈ ഷാജൻ്റെ മറുനാടൻ മലയാളി എനിക്കറിയത്തില്ല. ഇത് ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. മറുനാടൻ മലയാളിക്കകത്ത് ഇപ്പോൾ അന്ന് ഈ പിന്നെ ഇതൊന്നും ഇത്രയൊന്നും ആയിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ പറഞ്ഞാൽ ഇതെല്ലാം. അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് കിട്ടുന്നതല്ല. ഡയറക്റ്റ് 5-10 പേരുടെ കയ്യിലായിരിക്കും വരുന്നത്. ബാക്കി നാട്ടിൽ പറയാണ് ഇതിനകത്ത് വരുന്ന കഥകൾ. ഞാൻ ഓർക്കുന്ന ഫോമയുടെ ഒരു പരിപാടിക്ക് അമേരിക്കയ്ക്ക്, അത് ഞങ്ങൾ കേരള ഗവൺമെൻറ് പ്രതികളായിട്ടാണ് പോയത്. അന്ന് നമ്മുടെ KC ജോസഫ് ഞാനുമാണ് പോകുന്നത്. ബാക്കി കേരളത്തിലെ മുഴുവൻ ബിസിനസ്സുകാരും അവിടെയുണ്ട്. എല്ലാം സ്പോൺസേഴ്സൊക്കെയാണ്. ഇവിടുന്ന് അവന്മാരെ സ്പോൺസർ ചെയ്യും, അവന്മാർ കൊണ്ടുപോകും. അവിടെ ചെന്നപ്പോൾ എല്ലാ ബിസിനസ്സുകാരും കൂടെ നമ്മൾ പടമെടുക്കുമല്ലോ. അവരും ഞങ്ങൾ 2 ജനപ്രതിനിധികൾ വന്നിരിക്കുന്നു. അവരെല്ലാവരും അവിടെ ചെന്ന് അമേരിക്കയിലൊരു പരിപാടി കാണുന്നു, എല്ലാവരും കൂടെ വന്നിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എല്ലാം പൂട്ടും സൂട്ടും ഒക്കെ ഇട്ടല്ലേ. സൂട്ടിട്ടില്ലേ അമേരിക്കയിൽ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മുണ്ടും ഷർട്ട് ഇട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഉടനെ ഇവിടുത്തെ പ്രചരണം ഇതാ അമേരിക്കയിൽ പിന്നെ പാറമുട്ട മുതലാളിമാരോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർക്കൊപ്പം അമേരിക്കയിൽ ഉല്ലാസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആയിരുന്നു. മറ്റേ ലേവിയുടെ കാര്യം ഈ പറഞ്ഞ പോലെ അവിടെ ആരോ ചതിച്ച ലേവി അല്ലേ, പലതവണ വിളിച്ച് ഒരു എന്താ ഒരു പിന്നെ ഒരു പൗലോസ് തന്നെ വിളിച്ച് പലതവണ ലേവിയെ വിളിക്കും. സജീന്ദ്രനിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എങ്ങനെ കയറ്റി, വാഴക്കനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഭയങ്കര പാറമുണ്ട മുതലാളിയാണ്, കോടികൾ നിക്ഷേപം അമേരിക്കയിലും UK യിലും ഒക്കെ ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ UK യിലൊന്നും പോട്ട് പോലും ഇല്ല. അപ്പോൾ അവിടെ എല്ലാം നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ലേവി നല്ലതാണ് പറയുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്കറിയാവുന്ന അങ്ങനെയൊന്നും അവരെക്കുറിച്ച്, അവർക്ക് അത്യാവശ്യം കുടുംബം സാമ്പത്തികമൊക്കെ ഉള്ള കുടുംബമൊക്കെയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ എന്ന് പറയും. അതൊക്കെ അങ്ങോട്ട് മാറ്റി. എന്നിട്ട് വേറെ ആരെ കുറിച്ച് നമ്മുടെ KG ബാലകൃഷ്ണനെ കുറിച്ച്, നമ്മുടെ ഇന്നത്തെ ശ്രീനിജനെ കുറിച്ചൊക്കെ അവർ പറയുന്നത്. ആ ശ്രീനിജനെ കുറിച്ച് പറഞ്ഞ കഥകൾ മുഴുവൻ എൻ്റെ തലയിലോട്ട് കയറ്റി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ക്ലിപ്പ് ചെയ്ത് ഇതാ വാഴക്കന് കോടികളുടെ നിക്ഷേപം വിദേശ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞ് നിങ്ങളാണ് മെയിനായിട്ട് ആ ഓഡിയോ ക്ലിപ്പ് അങ്ങനെയാണ് പുറത്തു വന്നത്. നിങ്ങളുടെ ചാനലും അങ്ങ് അടിക്കുകയാണ്. ദേശാഭിമാനിയുടെ ഹെഡിങ് പത്രപ്രവർത്തകയായ MLA യുടെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ഇതൊന്നും നമ്മളറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ജിഷാപദം ഇതൊക്കെ അവിടെ ഒരു പിന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു വണ്ടി പോയി. ഇപ്പം കെ ബാബുവാണ് ഫിഷറീസ് മന്ത്രി. ആ വണ്ടി വന്ന് അവിടെ കണ്ട് അതിൻ്റെ ഡ്രൈവറെ കണ്ട് കണ്ടുപിടിച്ച് കണ്ട് അവിടെ വന്ന് ഇടിച്ചു. ഇപ്പോൾ മൂവാറ്റോട്ട് അവന് വെച്ച് DYFക്കാരെല്ലാം അങ്ങനെ അങ്ങ് വളഞ്ഞു. ഇതിൻ്റെ അകത്ത് 3 കോടി രൂപയായിട്ടാണ് കെ ബാബു പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് കഥകൾ വരികയില്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് വരുന്നത്. സോഷ്യൽ മീഡിയ നമുക്ക് അറിയത്തില്ല. സോഷ്യൽ മീഡിയ അങ്ങോട്ട് അല്ല, അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രയോജനം നമുക്കറിയുന്നില്ല. ആകെപ്പാടെ ഈ എന്താ ഓർക്കുട്ടോ വേറെ ഏതാണ്ടോ സാധനമുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് നമ്മുടെ ഇന്ന റോഡ് പണിതു അത് പണിതു ഇത് പണിതു എന്നൊക്കെ പറഞ്ഞ് ഇടാനുള്ളതല്ലാതെ ഇത് കൂട്ട് പിന്നെ തട്ടിപ്പും ഉടായ്പും നടത്തുന്ന ഒരു ലോകമാണ് നമുക്കറിയത്തില്ല. ഇന്നിപ്പോൾ എന്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാലല്ലേ. നമ്മൾ പഴയ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു രാഷ്ട്രീയ നേതാവിന് 2 കണ്ടന്റ് റൈറ്റേഴ്സ് എങ്കിലും മിനിമം വേണം. 4 ഫോട്ടോഗ്രാഫർമാർ വേണം പ്രധാനപ്പെട്ട ഒരു നേതാവിന്. അവൻ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കണ്ടന്റ് റൈറ്റേഴ്സൊക്കെ എഴുതുന്ന കഥകൾ എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉളിപ്പ് തോന്നുന്നു. എടാ എന്നെക്കുറിച്ച് ഇതുപോലെയുള്ള കഥ എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും മറ്റൊക്കെ ഇങ്ങനെ കഥകളങ്ങ് മെനയല്ലേ. എന്നിട്ട് ആളുകളെ അങ്ങ് അവതരിപ്പിക്കുകയല്ലേ. ഇതാണ് കണ്ടിട്ടാണ് ആളുകൾ ദിവ്യന്മാരായിട്ട് കാണുന്നത്. സത്യത്തിൽ അതാണ് കാലം അങ്ങനെ. 2014 മോദിയാണിത് ഫലപ്രദമായി. 2014 പിണറായി വിജയൻ അന്നേരം ഭംഗിയായിട്ട് ഉപയോഗിച്ചത്. കോൺഗ്രസ്സുകാർ ഇതൊന്നും അറിഞ്ഞില്ല. അല്ല തുടങ്ങിയുണ്ടായിരുന്നു. ഇപ്പോഴും AKG സെന്ററിലും സെക്രട്ടേറിയറ്റിലും പിയാഡിലൊക്കെ CPM സംവിധാനം നിങ്ങൾക്ക് എന്തുള്ളത്? നിങ്ങളാ കുറെ പിള്ളേരെ നാട്ടിലെ നല്ലവരുടെയായ മനുഷ്യരുടെ നല്ല കുറെ പിള്ളേരുണ്ടായിരുന്നു. ഷാനവാസും അങ്ങനെ കുറെ പിള്ളേർ ഈ സോഷ്യൽ മീഡിയ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷാനവാസ് താഹെ എന്ന് പറഞ്ഞാൽ കരുനാപ്പള്ളിക്കാരൻ പിള്ളേർ അവരെല്ലാം പിരിച്ചു വിട്ടിട്ട് ഇപ്പോൾ മറ്റേ അയാളെ ഏൽപ്പിച്ചു. മറ്റേ സോഷ്യൽ മീഡിയ നിരന്തരം പൊങ്ങച്ചു കിടുന്ന എറണാകുളം MP ഉണ്ടല്ലോ, ഹൈബിയുടെ ഏൽപ്പിച്ചു. അതൊന്നുമല്ല, അവരൊക്കെ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയും വ്യക്തികളുടെ ഏർപ്പാടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടികൾക്ക് പറയേണ്ടി വരും. വ്യക്തികൾ നമ്മൾ ഒരു കാര്യമില്ലാത്ത ചില കഥാപാത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പുതിയൊരു ഏർപ്പാടാണ്. എല്ലാവരും പുതിയ ചില പിള്ളേർ വന്നിച്ച് കനകലു റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവൻ പടം സ്വയമായിട്ടങ്ങ് ഇട്ടേക്കുക. അപ്പോൾ ആൾക്ക് ഏത് കനകലു
കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ഒരു കനകുലു എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ PR-ഉമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പുതിയ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പിള്ളേരുടെയൊക്കെ കാര്യം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കനകുലു റിപ്പോർട്ടിൽ പിന്നെ സർവേയിൽ ഒന്നാം സ്ഥാനത്ത് എനിക്കൊക്കെ എന്തോരം കോളുകളാണ് ദിവസങ്ങൾ വരുന്നത്. ഇന്ന് എൻ്റെ പേരൊന്ന് പറയണം, എൻ്റെ പേരോടൊന്ന് പറയണം, ദയവായിട്ട് എൻ്റെ പേരോടൊന്ന് പറയണം. ഈ വീഡിയോയിൽ ഇവിടെ ഞാനാണ്. ഞാൻ പറഞ്ഞാലും ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ലോകത്താര് നിങ്ങളുടെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. 2-3 പേരുടെ പടം ഇടും, എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയാണ്, എന്നിട്ട് ഇവൻ്റെ ഒരു 5-6 പേര് ഫേക്ക് ID 5-6 ഇവന്. അപ്പോൾ അവൻ്റെ പേര് വെച്ച് ആദ്യമേ അങ്ങ് അടിക്കും. 6-7 പേര് ആദ്യമേ കാണുമ്പോൾ ഇന്നവൻ എന്ന് പറഞ്ഞിട്ട് കാണും. ഏതെങ്കിലും വളരെ സാത്വികനായ ഒരു മനുഷ്യൻ്റെ പടം കൂടി ആയിരിക്കും വെച്ചേക്കുന്നത്. അവൻ ഈ PR-ഉം കാണിയാല, അവൻ ഈ പറയുന്ന പിന്നെ എൻ്റെ വഴക്കൻ ചേട്ടാ, നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ രാജിവെച്ച് പുതിയ ആൾ വന്നില്ലേ, അപ്പോൾ ആ സമയത്ത് വന്ന ഞാൻ കണ്ടൊരു പോസ്റ്റ്, ഒരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരൻ അയാളുടെ ഫേസ്ബുക്ക് പേജിലും മറ്റും പേജിലിട്ടിരിക്കുകയാണ്, ഉപരാഷ്ട്രപതിയായി മലയാളിയായി പരിഗണിക്കുന്ന ആളുകൾ ഒരാളാണ് ഇയാളെന്ന്. ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലം എന്ന് പറയുന്നത്. ഒരു രക്ഷയും ഒരടിക്കാന്നുള്ളതാണ്. എനിവേ, നമ്മൾ അവസാനിപ്പിക്കാൻ ചോദിക്കട്ടെ, എവിടെയായിരിക്കും ഇക്കുറി മത്സരിക്കുന്നത്? എവിടെ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഒന്നാമത് ഈ പറഞ്ഞതുപോലെ ഈ കക്ഷികളെല്ലാവരും വരുന്നു എന്നൊക്കെ കേൾക്കുന്നു, അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. സീറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവേണ്ടതാണ് എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം കേരള കോൺഗ്രസ്സുകാർ വരുന്നു, ഇങ്ങനെ എല്ലാവരും വരുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മുടെ സീറ്റുകൾ നോക്കാൻ. അതിൻ്റെതായൊരു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലം പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. അങ്ങനൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതൊക്കെ വളരെ രഹസ്യമാണ്. അതൊക്കെ രഹസ്യമാണ്. എന്തായാലും ഏതെങ്കിലും മണ്ഡലം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, പറയുന്നില്ല. അങ്ങനെ എനിക്കായിട്ട് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, അത് ഉറപ്പിക്കാൻ പറ്റാത്തത് ഇപ്പം ഈ മുന്നണി വിപുലീകരണത്തിൻ്റെ ഡിസ്കഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ അതനുസരിച്ച് ചേഞ്ചുകൾ വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. എക്കാലത്തും കരുണാകരൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അങ്ങനെയായിരുന്നില്ലേ ഒരു ലീഡർഷിപ്പ്? ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടൊരിക്കലും വേറൊരു ലൈൻ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഫുൾ ടൈം എന്നും കോൺഗ്രസിൻ്റെ ഫൈറ്ററായിരുന്നു. എന്നും ഇതിൻ്റെ മുൻനിരയിൽ തന്നെ നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലെല്ലാം നമ്മളെല്ലാം ഒരു ഫൈറ്ററായിട്ട് തന്നെ നിന്നിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മളൊക്കെ കുറേ ചെറിയൊരു പുറകോട്ട് പോയിട്ട് പണി കിട്ടി. കാരണം പണി കിട്ടിച്ചാൽ നമ്മൾ പുറകോട്ട്, കാരണം നമുക്കത് വയ്യാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, വേറൊരു നമ്മൾ ആ പഴയ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ നമ്മൾ എടുക്കുന്ന അധ്വാനങ്ങൾ, നമ്മളെടുക്കുന്ന സഹായങ്ങൾ, ജനങ്ങളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പേരിൽ ജനം സ്വയം റിക്കഗ്നൈസ് ചെയ്യട്ടെ എന്നൊരു ലൈനിലാണ് നമ്മൾ നിന്നിരുന്നത്. നടക്കത്തില്ല, അത് പോയി. വാഴക്കൻ ചേട്ടാ വയ്യാതെ കിടന്നിരുന്ന VS അച്യുതാനന്ദൻ, അതായത് കോമയെ കിടന്ന് VS അച്യുതാനന്ദൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അതാണ് പുള്ളി അറിയുന്നില്ല, അതാണ് കാലം. ഈ ഇടുന്ന ഫേസ്ബുക്കിന്റെ അറിയാം 90% ആളുകൾ അറിഞ്ഞുകൊണ്ടല്ല, വേറെ അവരുടെ PR ഇടുന്ന അവരുടെ ഏജൻസികളാണ് ഇടുന്നത്. റൈറ്റേഴ്സ് എഴുതി ഇടുകയാണ്. അത് ചെയ്യണം, ചെയ്യാതെ മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മേ, സത്യത്തിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കതൊന്നും പിന്നെ വശമില്ല എന്ന് പറയുന്നതാണ് സത്യം. കാരണം നമുക്ക് സ്വയം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്താം, പക്ഷേ വയ്യ, നമുക്കില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര കൂടുതലാണ്. അതിപ്പം എന്തായാലും നന്നായി, എല്ലാവിധ ആശംസകളും. MLA മന്ത്രിയുമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.